മൂന്നാമധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിനോട് വിശ്വസ്തത. മകനെ, എൻ്റെ ഉപദേശം വിസ്തരിക്കരുത്. നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ. അവ നിനക്ക് ദീർഘായുസ്സും സമർത്ഥമായ ഐശ്വര്യവും നൽകും. കരുണയും വിശ്വസ്തയും നിന്നെ പിരിയാതിരിക്കട്ടെ. അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സംതൃപ്തിയും നേടും. കർത്താവിൽ പൂർണ്ണതയോടെ വിശ്വാസമർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും വരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ. അവിടുന്ന് നിനക്ക് വഴിതെളിച്ചു തരും. ജ്ഞാനി എന്നെ സ്വയം ഭാവിക്കരുത്. കർത്താവിനെ ഭയപ്പെട്ട് നിന്മയിൽ നിന്ന് ഒന്ന് മാറുക. അത് നിന്റെ ശരീരത്തിന് ആരോഗ്യവും മസ്തികൾക്ക് ആശ്രയം നൽകും. കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ അർപ്പണങ്ങളുടെയും ആദ്യഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിന്റെ ചക്കുകളിൽ നീങ്ങുകയും ചെയ്യും. കർത്താവിന്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത്. അവിടുത്തെ ശാസനത്തിൽ മടിപ്പ് തോന്നുകയേ വരുത്. എന്തെന്നാൽ പിതാവ് പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു. ദൈവമേ, എനിക്ക് യോഗ്യമാകുന്നു. ധാരിക്കുമോ? പ്രഭാഷകൻ 10:6-18 വരെയുള്ള തിരുവചനങ്ങൾ. എന്ത് കുറ്റത്തിനായാലും അയൽക്കാരന് തിന്മ ചെയ്യരുത്. വികാരാവേശം കൊണ്ട് ഒന്നും പ്രവർത്തിക്കരുത്. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. അന്യതി ഇരുവർക്കും നിന്ദ്യമാണ്. അന്യതി അഹങ്കാരം, അത്യാഗ്രഹം, ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു.
പൊടിയും ചാരവുമായ മനുഷ്യൻ അഹങ്കരിക്കാനെന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു. നിസ്സാര രോഗമെന്ന് വിഷങ്കരം പുച്ഛിച്ചു തള്ളുന്നു. എന്നാൽ ഇന്ന് രാജാവ്, നാളെ ജഡം. മരിച്ചു കഴിഞ്ഞാൽ കുഴുവിനും ഗ്രമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്നേ അകലുന്നു. ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതിനോടെ ഒട്ടി നിൽക്കുവാൻ മേച്ചത വരിക്കും. അതിനാൽ കർത്താവെ അപൂർവമായ വീടുകളയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു. കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിന്റെ ആടിയിറക്കി വിനീതരെ ഉയർത്തുന്നു. അവിടുന്ന് അഹംഭാവികളെ പിടിതെറിഞ്ഞ് വിനീതരെ നട്ടുപിടിപ്പിക്കുന്നു. കർത്താവ് ജനതകളുടെ രാജ്യങ്ങൾ സമൂലം നശിപ്പിക്കുന്നു. അവിടുന്ന് അഹങ്കാരികളുടെ അടയാളം പോലും തുടച്ചു മാറ്റുന്നു. അവരുടെ സ്മരണയെ ഭൂമിയിൽ നിന്നും മായ്ച്ചു കളയുന്നു. മനുഷ്യന്റെ അഹങ്കാരവും ക്രോധവും സൃഷ്ടാവിൽ നിന്നല്ല, ദൈവമേ സുജനക്ക് യോഗ്യമാവുന്നു. ലേഖനം 11-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. വിജാതിർ പ്രാപിച്ച രക്ഷ. ആകയാൽ ഞാൻ ചോദിക്കുന്നു, അവർക്ക് കാലിടറിയത് വീഴുവാനായിരുന്നുവോ? ഒരിക്കലുമല്ല. ഇസ്രായേൽക്കാരുടെ പാപനിമിത്തം വിജാതിയർക്ക് രക്ഷ ലഭിച്ചു. തന്മൂലം അവർക്ക് വിജാതിയരോട് അസൂയ ഉളവായി. അവരുടെ പാപം ലോകത്തിന്റെ നേട്ടവും അവരുടെ പരാജയം വിജാതിയരുടെ നേട്ടവുമായിരുന്നെങ്കിൽ അവരുടെ പരിപൂർണത എന്തൊരു നേട്ടമാകുമായിരുന്നു. വിജാതിയരായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, വിജാതിയരുടെ അപ്പോസ്തലൻ എന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. അതുവഴി എൻ്റെ കൂട്ടരായ യഹൂദരെ അസൂയാകുലരാക്കാനും അങ്ങനെ അവരിൽ കുറേ പേരെയെങ്കിലും രക്ഷിക്കാനും എനിക്ക് ഇടയാകുമല്ലോ. എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിൻ്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാരം മൃതരിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്തായിരിക്കും? ധാന്യമാവിൽ നിന്ന് ആദ്യഫലമായി സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധമെങ്കിൽ അത് മുഴുവൻ പരിശുദ്ധമാണ്. വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസരുടെ വീടുകൊണ്ടിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവന്റെ ആനന്ദം കർത്താവിന്റെ നിമിത്തനാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ദാനിക്കുന്നു. തീർച്ചയായും നട്ടതും ധാകാനും ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ദുഷ്ടർ ഇങ്ങനെയല്ല, കാഴ്ച പറത്തുന്ന പതിര് പോലെയാണ് അവർ. ദുഷ്ടർക്കു ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല. പാപികൾക്കു നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാൻ കഴിയുകയില്ല. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. ദൈവമേ സ്തുതിയോഗ്യമാകുന്നു. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിന്റെ അഭിഷിക്തൻ. ജനതകൾ ഇളകി മറിയുന്നതെന്തിന്? ജനങ്ങൾ എന്തിന് വ്യക്തമായി ഗൂഢാലോചന നടത്തുന്നു? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു. ഭരണാധിപന്മാർ കൂടി ആലോചിക്കുന്നു. അവർ വെച്ച വിലങ്ങുകൾ തകർക്കാം, അവരുടെ ചങ്ങല പൊട്ടിച്ച് മോചനം നേടാം. സ്വർഗത്തിൽ ഇരുന്നവർ ഇത് കേട്ട് ചിരിക്കുന്നു. അവർ അവരെ പരിഹസിക്കുന്നു. അവിടുന്ന് അവരോട് കോപത്തോടെ സംസാരിക്കുന്നു. ക്രോധത്തോടെ അവരെ സംവേദനാക്കും. എൻ്റെ വിശുദ്ധപർവ്വതമായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരുളി ചെയ്യും. കർത്താവിന്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഇരുമ്പ് തണ്ടുകൊണ്ട് നീ അവരെ തകർക്കും. മൺപാത്രം എന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും. രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കുവീൻ. ഭൂമിയുടെ അധിപന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ദൈവമേ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. കാനാൻകാരിയുടെ വിശ്വാസം. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് തൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവനൊരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ
അപ്പം നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാണെന്ന് പ്രാർത്ഥിക്കുന്നു.
ലൈസി. ഇന്ന് സുവിശേഷം നമ്മളോട് പറയുവാനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് ആഗ്രഹിക്കുന്ന ബ്രദർ വർഗീസ് മാവേലിക്കര, ബ്രദർ പ്രിൻസൻ, ബ്രദർ അജി, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഹോളി ഫാമിലി പ്രാർത്ഥന കൂട്ടായ്മയുടെ വാർഡ് കൺവെൻഷനാണ് ഇന്ന് ഇവിടെ നടക്കുക. ഞാൻ ഓരോ കൺവെൻഷനും ഓരോ യാത്രയെക്കുറിച്ചാണ് പറഞ്ഞത്. ആദ്യത്തെ ഞായറാഴ്ച ഞാൻ ഒരു ട്രെയിൻ യാത്രയെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ ഞായറാഴ്ച വിമാനയാത്രയെക്കുറിച്ച് പറഞ്ഞു. ഈ ഞായറാഴ്ച ഒരു ബസ് യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് രാത്രിയിൽ അവസാനത്തെ ബസ്സിൽ ഒരാളെ യാത്രക്കായിട്ട് കയറിയത് കരുതുക. ആൾക്ക് 2-2.5 മണിക്കൂർ യാത്ര ചെയ്യണം. ഏകദേശം രാത്രി 12:45 അദ്ദേഹത്തിന്റെ സ്റ്റോപ്പിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരുന്നത്. ആ സ്ഥലം അദ്ദേഹത്തിന് പരിചയമില്ലാത്ത സ്ഥലമാണ്. അവിടെ അദ്ദേഹത്തിന് ഒരാളെ പരിചയപ്പെടുവാനും അദ്ദേഹത്തോടൊപ്പം ആ രാത്രി ചെലവഴിക്കാൻ വേണ്ടി യാത്ര പുറപ്പെടുകയാണ്. ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞു, ഞാൻ പുറപ്പെടുകയാണ്, നമ്മുടെ നാട്ടിലെ ബസ്സാണെന്ന് ഓർക്കുക. ചെന്നു, എത്തിയാലെത്തി, ബ്രേക്ക് ഡൗൺ ആയാൽ ബ്രേക്ക് ഡൗൺ ആയി, എന്താണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല. ഈ മനുഷ്യനങ്ങനെ യാത്ര പുറപ്പെട്ടു കുറച്ചു നേരം മൊബൈലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. മൊബൈലിൽ ഒരു വാർണിംഗ് വന്നു, ഇനിയും ബാറ്ററി ഇത്ര ശതമാനം മാത്രമേ ഉള്ളൂ എന്നൊരു റെഡ് അലേർട്ട് അദ്ദേഹത്തിനാണ്. അദ്ദേഹം അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ വീണ്ടും അദ്ദേഹത്തിന്റെ രസകരമായ ചില കാര്യങ്ങളിൽ കൂടി വാട്സപ്പിൽ കൂടിയും ഫേസ്ബുക്കിൽ കൂടിയും ഒക്കെ കാണാൻ തോന്നി അത് കണ്ടുകൊണ്ടിരുന്നു. ഇങ്ങനെ പോയ മനുഷ്യൻ എത്തേണ്ട സ്ഥലം എത്തിയപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ബാറ്ററി മുഴുവൻ തീർന്നു, മൊബൈൽ സ്വിച്ച് ഓഫ് ആയി. പരിചയമില്ലാത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. രാത്രി സമയമാണ്. വിളിക്കേണ്ട ആളിന്റെ നമ്പർ കാണാൻ അറിയത്തില്ല, അവിടെ ബൂത്തില്ല. പാതിരാത്രി കഴിഞ്ഞുകൊണ്ട് ആരെയും വിളിക്കാൻ സാധിക്കുന്നില്ല. നമ്മളിൽ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? റെഡ് അലേർട്ട് വരുമ്പോൾ ബാറ്ററി ഇത്ര ശതമാനം കൂടെ ബാക്കിയുള്ളൂ എന്നറിയുമ്പോൾ വിവേകമുള്ളവരെന്ത് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യും. പിന്നീട് ആരെയും വിളിക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പരിചയമില്ലാത്ത സ്ഥലമാണ്. അദ്ദേഹത്തിന് പരിചയമില്ലാത്ത ആളിനെ പരിചയപ്പെടുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് വിവേകമുള്ളവര് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ യാത്രയുടെ കഥ പറഞ്ഞത്, നമുക്കും ചില റെഡ് അലേർട്ടുകൾ ദൈവം തന്നുകൊണ്ടിരിക്കും. നമ്മൾ ആത്മീയമായ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നീ മകനെ എന്നിൽ നിന്ന് അകന്നു പോവുകയാണോ എന്നുള്ള അലേർട്ടുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഈ അലേർട്ട് നമുക്ക് വരുന്നത് ദൈവമായി അടുക്കുവാൻ വേണ്ടിയാണ്. പശ്ചാത്തപിക്കുവാനും അനുദപിക്കുവാനും അനുരഞ്ജനപ്പെടുവാനും എല്ലാവരോടും ക്ഷമിക്കുവാനും കർത്താവിലേക്ക് അടുക്കുവാനും വേണ്ടിയുള്ള അലേർട്ട്സ് ആണ് നമുക്ക് തരുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും ഈ ബാറ്ററി മൊബൈലിന്റെ സ്വിച്ച് ആയതുപോലെ നമ്മുടെ ജീവിതം എപ്പം വേണമെങ്കിലും അവസാനിക്കും. ഈ അലേർട്ടുകൾ സ്വീകരിച്ചിട്ട് അതിനനുസരിച്ച് അനുരഞ്ജനപ്പെടുവാനായിട്ട് സാധിച്ചാൽ, ദൈവത്തോട് അടുക്കുവാൻ സാധിച്ചാൽ, നമ്മുടെ ജീവിതം സ്വർഗീയ ഭവനത്തിൽ വിശുദ്ധരോടൊപ്പം അതോടൊപ്പം തന്നെ ദിവ്യന്മാരോടൊപ്പം സ്നേഹന്മാരോടൊപ്പം നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഓരോ വലിയ നോമ്പും നമുക്ക് അലേർട്ടുകൾ തരുന്നുണ്ട്. ഞാൻ എപ്രകാരമാണ് എന്റെ ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം ഞാൻ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ള ചോദ്യം മുന്നിൽ തരുന്നുണ്ട്. ഇന്ന് നമുക്ക് തിരുവചനം പങ്കുവെക്കുവാനായിട്ട് വന്നിരിക്കുന്ന ബ്രദർ വർഗീസ് മാവേലിക്കരയും ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്, ഞാനും ദൈവമായിട്ടുള്ള ബന്ധം. അതാണ് ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സിൽ അദ്ദേഹം പറയുവാനായിട്ട് പോകുന്നത്. ഇവിടെ പറഞ്ഞ 3 ക്ലാസ്സുകളുണ്ട്. ഒരു ക്ലാസ് മാത്രമാണ് എനിക്കിന്ന് പറയാനായിട്ട് സാധിക്കുക. ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധം, അതിന് വിള്ളൽ വന്നിട്ടുണ്ടോ, അതിന് അകൽച്ച സാധിച്ചിട്ടുണ്ടായിട്ടുണ്ടോ, അത് കൂടുതൽ ആ ബന്ധം മെച്ചമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള സന്ദേശമായിരിക്കും പ്രിയപ്പെട്ട വർഗീസ് മാവേലിക്കര നമുക്ക് നൽകുക. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ധ്യാനത്തിന് വാർഡ് കൺവെൻഷന് 4 പേര് വന്നതിൽ 3 പേരും ഈ വർഷം ഞാൻ അവരെ ക്ഷണിച്ചില്ല. ഒരാളെ മാത്രമേ കഴിഞ്ഞ വർഷം വചനം പറഞ്ഞ ഒരാളെ മാത്രമേ വീണ്ടും ക്ഷണിച്ചുള്ളൂ. അത് നമ്മുടെ ബ്രദർ വർഗീസ് മാവേലിക്കര തന്നെയാണ്. ബ്രദർ വർഗീസ് മാവേലിക്കരയായിരുന്നു ഇന്നലെ തിരുവല്ല വൈദിക മേഖലയിലെ MCA അംഗങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസ് തിരുമൂലപുരത്ത് വെച്ച് എടുത്തത്.
അവിടെയും പ്രിയപ്പെട്ട ബ്രദറിന്റെ വചനം കേൾക്കുവാൻ ധാരാളം പേര് വന്നിരുന്നു. കാലാവസ്ഥ പ്രതികൂലമായിരുന്നതിനാൽ ഈ ഇടവയിൽ അധികം പേർക്ക് അതിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കാതെ വന്നു. ബ്രദർ വർഗീസ് മാവേലിക്കരയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീണ്ടും അദ്ദേഹത്തെ പുതുതായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളോട് അദ്ദേഹത്തെ കുറിച്ച് വളരെ കാര്യമായി പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയും കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം ധ്യാനിക്കുവാൻ പ്രിയപ്പെട്ട ബ്രദറിന് പിന്തുണയുമായി കൂടെ ഇന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളിൽ പലരെക്കാൾ മുമ്പേ വർഗീസ് മാവേലിക്കര അവിടെ കടന്നു വരികയുണ്ടായി. തിരുവചനം അദ്ദേഹം വളരെ എത്ര ആസ്വാദ്യകരമായ രീതിയിലാണ് നമുക്ക് പകർന്നു തരുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞ വർഷത്തെ ധ്യാനത്തിൽ പങ്കെടുത്തവർക്കറിയാം. അദ്ദേഹം ഓരോ മാസവും പരിശുദ്ധ ദേവമാതാവിന്റെ വേളാങ്കണ്ണി ആ സ്ഥലത്തേക്ക് എത്രയോ പേരെ കൊണ്ടുപോകുന്നുണ്ട്. എത്രയോ പേര് മാനസാന്തരപ്പെട്ട പുതിയ വ്യക്തികളായി തീരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട വർഗീസ് മാവേലിക്കരുടെ ആരോഗ്യത്തിന് വേണ്ടി ആയുസ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ബ്രദർ ഇന്ന് വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം തന്നെ പ്രിൻസനും അതുപോലെ അജി ബ്രദറും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ പ്രിയപ്പെട്ട വർഗീസ് മാവേലിക്കര ബ്രദറിന്റെ വലങ്കയായും ഇടങ്കയായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. കേരളത്തിന് പുറത്തും ധാരാളം സ്ഥലങ്ങളിൽ സുവിശേഷം എത്തിക്കുക എന്നൊരു വലിയ ദൗത്യം. അൽമായന് സുവിശേഷം എപ്രകാരം ഓരോരുത്തരിലേക്കും എത്തിക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൽ കൂടി പഠിക്കേണ്ടതാണ് നാം ഓരോരുത്തരും. ഒരു അൽമായനായി ജനിച്ച് അൽമായനായി തമ്പുരാനോട് അടുത്ത് കർത്താവിന്റെ ദർശനം സ്വീകരിച്ചുകൊണ്ട് കർത്താവിന്റെ വചനം അതിന്റെ ആഴത്തിൽ പഠിച്ചുകൊണ്ട് അത് എല്ലാവർക്കും പങ്കുവെക്കുക ഒരു വലിയ ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായിട്ട് അഭിമാനിക്കാം. ഇതുപോലെയുള്ള ആത്മായ സഹോദരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നത് കാണുമ്പോൾ പ്രിയപ്പെട്ട വർഗീസ് മാവേലിക്കരയും അദ്ദേഹത്തോടൊപ്പം ഇവിടെ നമ്മളോടൊപ്പം ആയിരിക്കുന്ന പ്രിൻസിനെയും അജിയെയും ഇവിടെ സമ്മേളിച്ചിരുന്ന എല്ലാവരുടെയും നാമത്തിൽ, പ്രത്യേകിച്ച് ഹോളി ഫാമിലി പ്രാർത്ഥന കൂട്ടായ്മയുടെയും വടക്കേടത്ത് പ്രിയപ്പെട്ട രാജസ്ഥാന്റെയും കുടുംബാംഗങ്ങൾ ഓരോരുത്തരുടെയും നാമത്തിൽ നമ്മുടെ പെരിങ്കര സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ഇടപെട നാമത്തിൽ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ നമുക്ക് ദൈവജനം ശ്രമിക്കുവാനോ അത് കേൾക്കുവാനോ ഒക്കെ നമുക്ക് സാധിക്കുന്നത്. ആത്മാവ് ഉണ്ടെങ്കിലേ നമുക്ക് ഈ ശുശ്രൂഷ ശക്തമായി മുന്നോട്ട് പോകാനും നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി എല്ലാവരും കാര്യങ്ങളൊന്ന് ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ചൊന്ന് കണ്ണട വിഷയം എല്ലാവരും ഇപ്രകാരം പറഞ്ഞു: പരിശുദ്ധാത്മാവായ ദൈവമേ, ഒന്നോടൊന്ന് സ്വരമുയർത്തി, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ക്രിസ്തു രഹസ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ദൈവസ്നേഹം കൊണ്ട് അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവവചനം കേൾക്കുവാൻ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ. ഇരു കരങ്ങൾ സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ പിടിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുനാമം വിളിച്ച് സ്തുതിക്കണേ. അന്തരീക്ഷം, ഈ ഭവനം, സ്നേഹം നിറഞ്ഞ വൈദികനെ, സ്നേഹം നിറഞ്ഞ സന്യസ്തദാസി, വചനം പങ്കുവെക്കുന്ന പ്രിയ കർത്തദാസനെ, വചനം കേൾക്കാനായിട്ട് വിലവെടുത്ത് വന്ന പ്രിയ മക്കള് എല്ലാം വിശദീകരിക്കപ്പെട്ട വചനത്തിന്റെ തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ തിന്മകളും, വിശ്വാസത്തിന് ആരാധനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ നാരകീയ പ്രവർത്തനങ്ങളും യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ, കാൽവരി കുരിശിലെ ബലിയുടെ യോഗ്യതകളാൽ എല്ലാം നിർവീര്യമായി പകരമേർന്ന് വിളിച്ച ഈശോയെ, 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 സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധന ഒരു ജ്വാലയായി മാറും. അത് ജ്വലിച്ചു ഒറ്റ ദിവസം കൊണ്ട് അതിന്റെ മുള്ളുകള്, മുൾച്ചെടികള് എല്ലാം നിർവീര്യമാക്കി എല്ലാം ദഹിപ്പിച്ചു കളയും. സ്തുതിച്ചേ, സ്തുതിച്ചേ, ദൈവത്തിന്റെ മക്കളെ സ്തുതിച്ചേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഉറക്ക വിളിച്ച ഈശോയെ, 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 ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യൂദയായാലും ജെറുസലേമിലെ സമരിയായാലും ഭൂമിയുടെ അതിർത്തി വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുക. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിശ്വാസങ്ങള്, അന്ധവിശ്വാസങ്ങള്, ജഡികതകള്, വ്യഭിചാരാസക്തികള്, മദ്യപാനാസക്തികള്, വിഗ്രഹാരാധനയുടെ തകർച്ചകള്,
കലഹങ്ങള്, ഭിന്നതകള്, വിഭാഗീയ ചിന്തകളെല്ലാം യേശുനാമത്തിൽ തകരട്ടെ. വചനത്തിൽ തടസ്സമായി നിൽക്കുന്ന തിന്മയുടെ ആധിപത്യങ്ങള് യേശുവിന്റെ നാമത്തിൽ അഴിയാൻ ഈ സായാഹ്നത്തെ പരിപൂർണമായിട്ട് വിട്ടുകൊടുത്ത് കാര്യങ്ങളെത്തി വിളിച്ച് ഈശോയെ, ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ശാന്തമായിട്ടിരിക്കും. ഇരുന്നു കൊണ്ട് കരങ്ങളൊക്കെ ഒന്ന് രാജനായ രീതിയിൽ പിടിച്ച് പരിശുദ്ധ അമ്മയെ നമുക്കൊന്ന് വിളിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവമ്മയോടുകൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങ് ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവമ്മയോടുകൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവമ്മയോടുകൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും അതിന്റെ അർത്ഥം തന്നെ ആദിയിലെ പോലെ എന്ന് പറഞ്ഞാൽ ആദിയിൽ ക്യാൻസർ ഉണ്ടായിരുന്നു, ആദിയിൽ ഡെങ്കിപ്പനി ഉണ്ടായിരുന്നു. ആദിയിലെ അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവരണമെന്ന് രോഗമില്ലാത്ത ഉറപ്പാട് അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആദിയിലെ പോലെയുള്ളൊരു ജീവിതം എനിക്ക് നൽകണേന്ന് അർത്ഥം കേട്ടോ. ആദിയിലെ പോലെ, ആദിയിലെ പോലെ, ആദിയിലെ പോലെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിപ്പോഴ് പരിശുദ്ധ അമ്മയെ വിളിച്ചു. ദൈവകൃപ നിറഞ്ഞ മറിയമേ. ഇതെല്ലാം വചനമാണ്, മൊത്തം വചനം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ബൈബിൾ തുറക്കുമ്പോൾ ആദ്യം വായിക്കേണ്ട വചനം എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ വന്നപ്പോൾ പറഞ്ഞു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയാമോ? ബൈബിൾ തുറക്കുമ്പോൾ ആദ്യം വായിക്കേണ്ട വചനം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇന്ന് വായിച്ച വചനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്ന് ശക്തമായ വചനങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം വായിച്ചു. ഒന്ന് വായിച്ചു. അതിൽ ഏറ്റവും ശക്തമായ വചനം ഏതാ? സുഭാഷിതം 3:5. ഈ വചനം മറക്കരുത്. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്. എന്നിട്ട് അടുത്ത വചനം എന്താ പറയുന്നത്? നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടു കൂടി ആയിരിക്കണം. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. നിന്റെ എല്ലാ പ്രവൃത്തി. നീ ഒരു പണ്ടൊക്കെ അമ്മമാര് അരി ഇടുമ്പോ കുരിശ് വെച്ചിട്ട് അരി ഇടുന്നത്. ഇപ്പൊ അങ്ങനെ ഉണ്ടോ? എനിക്കറിയില്ല. എന്റെ അമ്മയൊക്കെ അങ്ങനെ കുരിശ് വരച്ച അരി ഇടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രിയ സ്ഥലങ്ങളിൽ നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടു കൂടെ ആയാൽ അപ്പോൾ അനുഗ്രഹം നിങ്ങൾക്ക് വരും. ഈ വചനത്തെ വായിച്ചിട്ട് ഇത് നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് ആഴമായി പതിയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രഭാഷകന്റെ പുസ്തകം വായിച്ചു. പൊടിയും ചാരവുമായ മനുഷ്യൻ അഹങ്കരിക്കാൻ. അതുകൊണ്ടാണ് ആഗോള കത്തോലിക്ക സഭയിൽ വിഭൂതി ഞായറാഴ്ച, വിഭൂതി ബുധനാഴ്ച. ആഗോള സഭയിൽ ബുധനാഴ്ചയാണ് ചാര ബുധനാഴ്ച. ആഗോള സഭ, നമ്മള് ആഗോള സഭ. അപ്പൊ അവരിങ്ങനെ കുരിശ് വരച്ചിട്ട് പറയും, പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ ഒന്നുമില്ല. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ ഒന്നുമില്ലല്ലോ. നമ്മളൊക്കെ ഇവിടെ മരിച്ചാലും പൊടിയായി പോകും. ബാംഗ്ലൂരിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ശ്മശാനത്തിൽ കൊണ്ട് ക്രിസ്ത്യാനിയാണെങ്കിൽ കൊണ്ട് കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ ഒന്നുമില്ല. ഇടതും വലത്തിരിക്കുന്ന വ്യക്തിയോട് പറ, പൊടിയും ചാരവുമായി എനിക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ലെന്ന്. അപ്പൊ അതൊക്കെയാണ് ഇവിടെ വായിച്ചത്. നിങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വായിച്ചു പോയത് കൊണ്ട്. എന്നിട്ട് നമ്മൾ ഇപ്പൊ പറഞ്ഞു വന്നത് ഈ ബൈബിള് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ വചനം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നിങ്ങൾ ആരും അത് മനസ്സിലാക്കിയിട്ടില്ല, മറന്നുപോയി. അതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കനാൻകാരിയോട് പറഞ്ഞു, നിന്റെ വിശ്വാസം വലുതാണ്. ഇന്ന് കർത്താവിന് ഒരു കത്തോലിക്കനെ നോക്കിക്കൊണ്ട് പറയാൻ സാധിക്കുന്നില്ല, നിന്റെ വിശ്വാസം വലുതാണെന്ന്. ഹല്ലേലൂയ.
അതുകൊണ്ടാണ് അവസാന കാലത്തിൽ വിശ്വാസത്യാഗം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമ്മളിൽ വിശ്വാസം ക്ഷയിച്ചു. നമ്മളെല്ലാം പ്രോസ്പെരിറ്റി ഗോസ്പലിന്റെ പുറകെ പോകും. 100 വചനം എഴുതിയാൽ IITs കിട്ടും, 1000 വചനം എഴുതിയാൽ ലണ്ടനിൽ പോകാം. ഇതിന്റെ പുറകെ പോയി പിള്ളേരെല്ലാം പഴയ രീതിയിലായി. ആത്മാവിന്റെ രക്ഷയുമില്ല, കുടുംബങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുക. അപ്പൊ ബൈബിൾ തുറക്കുമ്പോൾ ആദ്യം വായിക്കേണ്ട വചനം ആരും പറഞ്ഞില്ല. പറഞ്ഞായിരുന്നെങ്കിൽ ഒരു നല്ലൊരു കൊന്ത തരാമായിരുന്നു, വില കൂടിയ കൊന്ത. പറഞ്ഞില്ല. റോമ 9:6 ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഇടത്തും വലത്തിലിരിക്കുന്ന കൂടപ്പുറപ്പിന്റെ കൈക്ക് പിടിച്ചുകൊണ്ടുള്ള കൂടപ്പുറപ്പെ ദൈവത്തിന്റെ വചനം പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ലോകത്തിലെല്ലാം പരാജയപ്പെടും പ്രിയരെ. ലോകത്തിലെ എല്ലാ കാര്യം മനുഷ്യൻ ഭാവന ചെയ്യുന്ന എല്ലാം പരാജയപ്പെടും. പക്ഷേ തമ്പുരാന്റെ വചനം ഒരിക്കലും പരാജയപ്പെടാത്ത വചനമാണ്. ഈ പരാജയപ്പെടാത്ത വചനം കേൾക്കുമ്പോഴേ മംഗളവാർത്ത നടക്കും. മംഗളവാർത്ത നടക്കുന്നത് ഇപ്പോഴാണ്. അതാണ് പറയുന്നത്, ഗ്ലോറി ഓഫ് ദി ഗോസ്പലിൽ പറയുകയാണ്, മംഗളവാർത്ത വചനം സ്വീകരിക്കുന്ന മനുഷ്യനിലേക്ക് വന്നിറങ്ങും. ഇപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം ഒരിക്കലും പരാജയപ്പെടാത്ത വചനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കമാൻഡന്റെ പേരെന്നാ? ഒക്കെ പറ. എഴുന്നേറ്റ് 119 സങ്കീർത്തനം കൊണ്ട് വായിപ്പിച്ചു. 9, 10, 11 വചനം വായിച്ചു. അവനെ കൊടുത്ത് 119 സങ്കീർത്തനം ഓടി 119 സങ്കീർത്തനം പെട്ടെന്ന് വായില്ലേ. യുവാവ് എന്നുള്ളിടത്ത് മോന്റെ പേര് പറഞ്ഞു. ഒന്ന് ഉറക്കെ പറയാൻ മതി. ഗോഡ്വിൻ തന്റെ മാർഗം എങ്ങനെ നിർവഹണം. നീ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. എന്തോ പഠിക്കുന്നു? 10ാം ക്ലാസ് പഠിക്കുന്നു. 8ാം ക്ലാസ്. നീ 8 കഴിഞ്ഞ് 9 കഴിഞ്ഞ് 10 എല്ലാത്തിനും A+ കിട്ടിയാൽ, നീ ഒരു IAS-കാരനായാൽ ദൈവവചനമില്ലെങ്കിൽ രക്ഷപ്പെടത്തില്ല. വചനം പറയാണ്, യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും. ഞാൻ ബാംഗ്ലൂരിലെ ഉദ്യോഗസ്ഥ കൂട്ടായ്മയിലെ 25 IAS-കാർ ഇങ്ങനെ ഇരിക്കുക. ഒരു IAS-കാരൻ പറയാണ്, ഞാനും എന്റെ ഭാര്യയും മലയാളിയാണ്, 2 സ്റ്റേറ്റിലെ ചീഫ് സെക്രട്ടറിമാരാ. പക്ഷേ ഞങ്ങൾ തമ്മിൽ മിണ്ടിയിട്ട് 14 വർഷമായി മുതലേ. ഞങ്ങൾ തമ്മില് 2 മുറിയിലാണ്, 2 കാറിലാണ് പോകുന്നത്. കത്തോലിക്കരായതുകൊണ്ട് മറ്റവരാരും അറിയുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ഏകമകൻ ഓസ്ട്രേലിയയിൽ നിന്ന് അവൻ വരുത്തില്ല. അവനിപ്പോ 32 വയസ്സായി. അടുത്ത വർഷം 33 ആകും. അവൻ പറയുകയാണ്, നിങ്ങളുടെ കുടുംബജീവിതം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ വരുന്നില്ല, എനിക്ക് വിവാഹം വേണ്ട. ചങ്കുപൊട്ടി പറയുക. പലതവണ ആത്മഹത്യക്ക് ചിന്തിച്ചു. പക്ഷേ 4ാം ക്ലാസ് വരെ എന്റെ അമ്മച്ചി പഠിച്ചിട്ടുള്ളൂ. അമ്മച്ചി എനിക്ക് ചില വചനങ്ങൾ പറഞ്ഞു തരുന്നത് കൊണ്ട് ഞാൻ ജീവിക്കുന്നു. കേൾക്കുന്നുണ്ടോ? നിങ്ങളെ കേൾക്കുന്നുണ്ടോ? ദൈവത്തിന്റെ വചനം പറയാ, മോനെ നീ എങ്ങനെ വചനം വായിച്ച നിന്റെ പേര് പറ. ഉറക്കം പറയണം മോനെ. അടുത്ത് വായിച്ചോ, എന്നെ നോക്കണ്ട. അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ ഗോൾബിൻ ഇടയാകാതിരിക്കട്ടെ. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ ഈ മകന്റെ ഹൃദയത്തിൽ വചനമുണ്ടോ? നിങ്ങോട്ട് നോക്കിക്കേ. എന്റെ ഹൃദയത്തിൽ എന്തുകൊണ്ട്? വചനമില്ലാത്ത യുവാവേ, കേൾക്കുന്നുണ്ടോ? വചനമില്ലാത്ത യുവാക്കളെല്ലാം ഇന്ന് തകർന്നുകൊണ്ടിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഗവൺമെന്റ് ലഹരി വിരുദ്ധ യാത്ര നടത്തിയതുകൊണ്ടോ, ഡിസ്കോ ഡാൻസ് നടത്തിയുണ്ടോ, മന്ത്രിമാര് യാത്ര നടത്തിയുണ്ടോ, 24 ആ ഡയറക്ടർ ഇറങ്ങി റോഡിൽ നിന്ന് നടന്നതുകൊണ്ടോ ലഹരിയൊന്നും ഇവിടെ കുറയത്തില്ല. ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുന്ന മാനസാന്തരപ്പെടാതെ ഈ സമൂഹം രക്ഷപ്പെടുക. ഹല്ലേലൂയ പറഞ്ഞേ. സ്ഥലമില്ലല്ലോ, ശക്തിയില്ലല്ലോ, ഉണർവില്ലല്ലോ. അപ്പൊ ഇവന്റെ മാർഗം നിർമ്മലമാണെങ്കിൽ ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കണം.
വചനമില്ലാത്ത കുഞ്ഞുങ്ങളെ നിങ്ങൾ രക്ഷപ്പെടില്ല. ഹല്ലേലൂയ. പോയിരുന്നു. സമയം വളരെ കുറവാണ്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം വചനം എന്നാ വിത്തിന്റെ പ്രത്യേകത എന്താ? അല്ല, വിത്തിന്റെ പ്രത്യേകത മുളയ്ക്കും. അത് മുളച്ചു കഴിഞ്ഞ് മുള മാത്രമേ ഉള്ളൂ. തെങ്ങ് നട്ടാൽ എന്താവും? തെങ്ങിന്റെ തൈ നട്ടാൽ തെങ്ങാവും. എത്ര വർഷം വേണം? 10 വർഷം വേണം. ചിലപ്പോൾ 6 വർഷത്തെ തെങ്ങുണ്ട്, പലതരം തെങ്ങുണ്ട്, പല സൈസ്. അപ്പൊ എല്ലാ വിത്തിനും ഒരു സമയമുണ്ട്. പക്ഷെ വചനമാകുന്ന വിത്തിന്റെ പ്രത്യേകത എന്താ? വചനമാകുന്ന വിത്തിന്റെ പ്രത്യേകത വിത്തിടുന്ന ഇപ്പോൾ തന്നെ ഫലമാണ്. എന്താ ഒരു ഹല്ലേലൂയ വരാത്തത്? ഈ നിമിഷം സമരിയാക്കാരി സ്ത്രീ എടുക്കലെ നട്ടുച്ച നേരത്ത് വചനം പറയുന്നു. ശിഷ്യന്മാർ വന്നപ്പോൾ ഒരു സ്ത്രീയോട് വചനം പറയുന്നു. അവൾ ആ കുട അവിടെ വെച്ചിട്ട് സമരിയ ദേശത്തേക്ക് പോകും. അവിടെ സുവിശേഷം എന്താ? എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒരിക്കലെ കണ്ടു. അതേ അവിടെ സുവിശേഷം. ആ സമരിയ ദേശം അറിയുകയല്ലോ. അപ്പൊ ശിഷ്യന്മാർ ചോദിക്കുക, ശിഷ്യന്മാരോട് ഈശോ പറയാണ്, നിങ്ങളല്ലേ പറഞ്ഞത് ഇത് ഈ വയലിന് പാകമായിട്ടില്ല, വിത്തൊക്കെ ഇട്ടിട്ടേ ഉള്ളൂ, വയലിൽ കളഞ്ഞിട്ടില്ല. ഈശോ പറഞ്ഞു, ഇപ്പൊ തന്നെ ഭാഗമായി കഴിഞ്ഞു. കാര്യം എന്നാ? ആ കിണറ്റിൻകരയിൽ നിന്ന് ആ സമരിയാക്കാരി ദൈവവചനം കേട്ട ആ നിമിഷം തന്നെ ഫലമുണ്ടായി. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ഫലം. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ കൊയ്ത്ത്. ഹല്ലേലൂയ. വചനം കേൾക്കുന്ന നിമിഷം തന്നെ ഫലമുണ്ടാവുന്നു. അതിന്റെ പേരാണ് മാനസാന്തരം, അനുതാപം. ഹല്ലേലൂയ. അവിടെയാണ് നമ്മുടെ വിശ്വാസം വലുതാവുന്നത്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം അടുത്തിരിക്കുന്ന കൂടപ്പുറപ്പിനോട് ചോദിച്ചേ, വിശ്വാസം വലുതാണെന്ന് ചോദിച്ചു. എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ? വിശ്വാസം ഞാൻ ചോദിച്ചു, വിശ്വാസം എന്നുള്ളത് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുന്നത്? ഫെയ്ത്തിനകത്ത് എന്തുണ്ട്? ഈ ഫെയ്ത്തിനകത്ത് എന്തുണ്ട്? ഇന്ന് കനാൻകാരിക്കയുടെ ഫെയ്ത്തിനകത്ത് ഒരു കാര്യമുണ്ട്. ഫെയ്ത്തിനകത്ത് ഒരു ഫ്രൂട്ട് ഉണ്ട്. ഫെയ്ത്തിനകത്ത് എന്തുണ്ട്? ഞാൻ വിശ്വാസിയാണെങ്കിൽ എന്നിൽ ഫലം വേണം. ഇവിടെ മാവ് നിൽപ്പുണ്ട്. മാവേൽ എന്തുണ്ട്? മാങ്ങ. അത് ഫലമാണോ? ആണോ? അപ്പൊ വിശ്വാസിയുടെ പ്രത്യേകത എന്താ? അവരിലൊരു ഫലമുണ്ടാകും. ഫലമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചാൽ ഫലമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഫലം തരാത്ത വൃക്ഷത്തിന്റെ വേരിന് കോടാലി വെക്കപ്പെട്ടിരിക്കുന്നു. ചില പേരെന്നെ മാത്തുകുട്ടിച്ചായനെ നല്ലൊരു വിശ്വാസിയാണെങ്കിൽ ഈ അപ്പൻ മരിച്ചാലും മക്കൾ മറക്കത്തില്ല. അല്ലെങ്കിൽ അടക്കം കഴിഞ്ഞ് കോടാലി എന്ന് പറഞ്ഞൊരു സ്മൃതിയാണ്. ഇയാൾ പോയത് അത്രയും നല്ലതാണെന്ന്. ഫലം തരാത്ത വൃക്ഷത്തിന്റെ വേരിന് കോടാലി വെക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ ഫലമില്ലാത്ത അപ്പൻ, ഫലമില്ലാത്ത അമ്മ, ഫലമില്ലാത്ത മകൻ, ഫലമില്ലാത്ത സഹോദരൻ അതോടുകൂടി തീർന്നു. ഹല്ലേലൂയ. ആ കനാൻകാരി ഒരു നല്ല ഫലമായിരുന്നു. അവള് ഈശോ ആരാണെന്ന് വെളിപ്പെടുത്തി. ഈശോ തന്നെ വെളിപ്പെടുത്തി, ഞാൻ ലോകത്തിന്റെ മൊത്തം രക്ഷകനാണെന്ന് അവിടെ വാക്കിൽ കൂടി തന്നെ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഈശോയുടെ സാർവത്രിക ഭാവം അവളിൽ നിന്ന് തന്നെ ഉണ്ടായി. നിന്റെ വിശ്വാസം വലുതാണ്. അപ്പൊ വിശ്വാസത്തിനകത്ത് എന്തുണ്ട്? ഒരു ഫ്രൂട്ടുണ്ട്. എന്തുണ്ട്? ഫലം. എന്താണ് ഫലം? നമ്മൾ കേട്ടില്ലേ? ഗലാത്തി 5:22 ആത്മാവിൻ ഫലങ്ങൾ എന്നിൽ ചൊരിഞ്ഞ് ദൈവസ്വരൂപനാക്കണമേ, എന്നെ സ്നേഹസ്വരൂപനാക്കണമേ. സ്നേഹം, ശാന്തി, ആനന്ദത്താൽ, ക്ഷമയാൽ, ദയയാൽ, നന്മയാൽ എൻ ഹൃദയം നിറയ്ക്കണമേ. വിശ്വസ്തതയും സൗമ്യതയും ആത്മസമയവും തന്ന്
അപ്പൊ ഈ 9 ഫലങ്ങളാണ്. അപ്പോൾ ശ്രദ്ധിച്ചേ, ഞാൻ വിശ്വാസിയാണെങ്കിൽ സ്നേഹം, ആനന്ദം, അല്ല ക്ഷമയൊക്കെ പിന്നീടാണ്. അങ്ങനെ പെട്ടെന്ന് പോകരുത്. സ്നേഹം, ആനന്ദം, സമാധാനം, ഇത് മൂന്നും ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ വേണം. എല്ലാവരും ഹൃദയത്തിൽ ഒന്ന് വലുത് വെച്ചിട്ട് പറ. സ്നേഹം, ആനന്ദം, സമാധാനം, ഇത് മൂന്നും ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ പ്രൊഡക്ഷൻ ഉണ്ടാകത്തുള്ളൂ. കണ്ടോ? അപ്പൊ വിശ്വാസത്തിലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു തിയോളജി മനസ്സിലാവുന്നുണ്ടോ? സ്നേഹം, ആനന്ദം, സമാധാനം, ഇത് മൂന്നും എന്നിലുണ്ടെങ്കിൽ എനിക്ക് ദീർഘക്ഷമയുണ്ട്. എനിക്ക് എന്തുണ്ട്? ക്ഷമയുണ്ടെന്ന്. വലത് കൈ അങ്ങോട്ട് അടിച്ച ഇടതുകൂടെ. ഞാൻ ആ മുണ്ടക്കയം ഭരണപ്പള്ളി വലിയ ക്ലാസ് കൊടുക്കാം. 12,000 ജനം വന്നിരിക്കും. പ്രിൻസിപ്പൽ നിർദ്ദേശമൊക്കെ ഉണ്ട്. അപ്പൊ ഒരു മഴ ജൂൺ മാസം ഈ ക്ഷമയുടെ ക്ലാസ് കൊടുത്തു. ക്ഷമയുടെ ക്ലാസ് കൊടുത്തിട്ട് അപ്പൊ അവിടെ ടോക്കൺ വെച്ച് കഴിഞ്ഞാൽ കാണാനൊക്കെ തോന്നും. അപ്പൊ ഈ ടോക്കൺ വെച്ച് 25 പേരെ കാണും ഞാൻ. അപ്പൊ ഈ ടോക്കൺ വെച്ച് 25 പേരെ കണ്ടിട്ട് 5:30 ചെല്ലുമ്പോൾ റോഡിൽ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞവർ പോയി. റോഡിലെ വലിയൊരു ബഹളം. ഞാൻ നോക്കിയപ്പോ ഈ സ്ത്രീയുടെ ഒരു ഓട്ടോക്കാരനുമായിട്ട് വഴക്കാണ്. നോക്കിയപ്പോൾ ഇവരുടെ സാരി മൊത്തം ഈ ചള്ളയടിച്ച് വെള്ളസാരി. ഇവനെ പൂരം തെറി പറയും. കുറച്ചു മുമ്പ് ആ പള്ളിക്ക് മുമ്പ് ഇരുന്ന് പറഞ്ഞു, എനിക്ക് ദീർഘക്ഷമയുണ്ട് എന്ന് പറഞ്ഞു. ഉണ്ടോ? പ്രിയ സഹോദരങ്ങളെ, സ്നേഹം, ആനന്ദം, സമാധാനം, ഇത് ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ക്ഷമ അങ്ങോട്ട് പുറപ്പെടുത്തുള്ളൂ. ക്ഷമാശീലനാം യേശു എന്ന് വിളിച്ചാലൊക്കത്തില്ല. ആ യേശുവാകുന്ന ക്ഷമ നിങ്ങളിൽ വരാം. ഈ നോമ്പുകാലത്തിൽ എന്ത് വേണം? സ്വർഗം തുറക്കുന്ന 7 താക്കോലുകളാണ് 7 തിരുമൊഴികൾ. ഒന്നാമത്തെ തിരുമൊഴി, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ക്ഷമിക്കുന്നവൻ ഇന്ന് നീ എന്നോടൊപ്പം പർദീസായിലായിരിക്കും. അവനോട് പറഞ്ഞതുപോലെ പറയും, ഇന്ന് നീ എന്നോടൊപ്പം. എപ്പ മരിച്ചാലും നീ എവിടെ? ക്ഷമയുണ്ടോ? ഇനി ഒരു ചോദ്യം. അപ്പൊ ഈ സ്നേഹമാനന്ദം, സമാധാനം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 14 പ്രാവശ്യം പറയുന്ന ഒറ്റ വാക്യമാണ്, നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കും. ഫിലിപ്പി 4:4 2 പ്രാവശ്യം പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭ ഫിലിപ്പി ലേഖനത്തെ സന്തോഷത്തിന്റെ ലേഖനം എന്നാണ് പറയുന്നത്. എന്താ ലേഖനം എന്ന് പറയുന്നത്? എന്തിന്റെ ലേഖനം? അതിന്റെ 4:4 എന്താ ഒന്ന് വായിച്ചേ. ഫിലിപ്പി 4:4. നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കണം. അടുത്ത ഇടത്തും വലത്തിരിക്കുന്ന ആ കുടപ്പുറപ്പിനെ നോക്കിയിട്ട് പറഞ്ഞു, എപ്പോഴും സന്തോഷിച്ചുകൊണ്ട് പറഞ്ഞു. പല്ലൊക്കെ വഴി വരട്ടെ മോനെ. എപ്പോൾ ചോദ്യം, എപ്പോഴും സന്തോഷിക്കാനോ പോയില്ലയോ? ആര് പറഞ്ഞു മറ്റത്തില്ല? ക്രിസ്ത്യാനിയാണോ എല്ലാ സമയത്തും പറ്റാനൊരു മാർഗമുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു സത്യമാ പറഞ്ഞത്. പക്ഷെ സന്തോഷിക്കാൻ ഒരു വഴിയുണ്ട്. നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുകയും, ഞാൻ വീണ്ടും പറയുന്നു സന്തോഷിക്കുകയും, നിങ്ങളുടെ ക്ഷമാശീലം. അതിന്റെ 5-ാം വചനം, നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. പെരിങ്ങനക്കാരുടെ ക്ഷമാശീലം തിരുവല്ല അതിരൂപതയിലെ മെത്രാപ്പോലിത്തെ ഉൾപ്പെടെ എല്ലാ വൈദികരും ഉൾപ്പെടെ ഈ ദേശത്തുള്ളവരെല്ലാം അറിയട്ടെ. സഹോദരിയുടെ പേര് ആശയുടെ ക്ഷമാശീലം എല്ലാവരും ഒന്ന് അറിയട്ടെ. ക്ഷമിക്കുന്നവരാണോ സഹോദരാദികൾ? നിങ്ങളുടെ ക്ഷമ ഈ 50 നോമ്പ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷമാശീലമുണ്ടോ? ക്ഷമിക്കുന്ന സ്നേഹമുണ്ടോ? പൊറുക്കുന്ന സ്നേഹമുണ്ടോ? വിട്ടുവീഴ്ചയുടെ സ്നേഹമുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ വിശ്വാസത്തിനകത്ത് ദൈവമായ ഒരു ബന്ധം നിലനിർത്തണമെങ്കിൽ പറഞ്ഞല്ലോ, ഇന്നത്തെ ക്ലാസ് ദൈവമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തണം. ദൈവമായിട്ടുള്ള ബന്ധം ക്ലാസ്. അപ്പൊ ഇത് തുടങ്ങണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസത്തിന്റെ ഫലങ്ങൾ
എന്താണ് ഫലം? സ്നേഹവും ആനന്ദവും സമാധാനവും എനിക്കുണ്ടെങ്കിൽ എനിക്ക് ക്ഷമയുണ്ട്. ഇല്ലാത്തൊരു ക്ഷമയുണ്ടോ? ക്ഷമ മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കാൻ കിട്ടും. അപ്പൊ എന്ത് വേണം? സ്നേഹത്തിന് 11 ഗുണങ്ങളും 5 ഭാവങ്ങളും. സ്നേഹത്തിന് എത്ര ഗുണങ്ങളാണ്? 11 ഗുണങ്ങളും 5 ഭാവങ്ങളും. സ്നേഹത്തിന്റെ 11 ഗുണങ്ങൾ പറയുന്നത് സ്നേഹത്തിന്റെ 11 ഗുണങ്ങളാണ്. 1 Corinthians 13:4 സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. സ്നേഹം എന്നുള്ളിടത്ത് സിസ്റ്ററിനെ മൈക്ക് കൊടുക്കാം, സിസ്റ്ററിനെ മൈക്ക് കൊടുക്കാം, സിസ്റ്ററിനെ സ്നേഹം ദീർഘക്ഷമയും. സ്നേഹം എന്നുള്ളത് സിസ്റ്ററിന്റെ പേര്. സ്നേഹം കിട്ടില്ല. സ്നേഹം എന്ന് പറയുന്ന സിസ്റ്റർ തന്നെ. സ്നേഹം എന്നുള്ള സിസ്റ്ററിന്റെ പേര്. ലൈസി സിസ്റ്റർ സ്നേഹമുണ്ടോ? എന്നെ കണ്ടിട്ട് ദയവുണ്ടോ? ഇനി അടുത്ത് സ്നേഹം. ലൈസി സിസ്റ്റർ അസൂയപ്പെടുന്നില്ല. അസൂയയില്ലെന്ന്. ഇപ്പോഴേ എവിടെ ജോലി ചെയ്യുന്നത്? അവിടെ നിന്ന് ഡീപ്രോമോട്ട് ചെയ്ത് പിയൂണാക്കിയാലും എനിക്ക് എങ്ങനെയാണ് എന്നെയൊക്കെ താഴ്ത്തിയാലും എനിക്ക് രാവിലെ വിളിച്ചിട്ട് പറയാം, വെറുതെ ഞാൻ അമേരിക്കയിൽ ഒരു ഡോക്ടറാണ്, ഞാനായിരുന്നു അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ സാഹിബിനെ താഴ്ത്തി, അതുകൊണ്ട് എനിക്ക് ടെൻഷൻ കയറിയിട്ട് ഇപ്പൊ പോസ്റ്റ് ചെയ്യാൻ ഒരാഴ്ച കൊണ്ട് തോന്നില്ല. ദീർഘക്ഷമയുണ്ടോ? എന്താ തുടങ്ങിയത്? എങ്ങനെയാ സ്നേഹം എങ്ങനെയാ വന്നത്? അപ്പൊ സിസ്റ്ററിന് ദീർഘക്ഷമ. സിസ്റ്ററിന് തന്നെ പേര് പറ. സിസ്റ്ററിന് ദീർഘക്ഷമയും ധൈര്യമുള്ളതാണ്. ആണോ? ധൈര്യമുണ്ട്. എന്തുണ്ട്? അപ്പൊ സഹോദരിയുടെ പേരെന്നാ? സിജിക്ക് ദീർഘക്ഷമയും. നിന്റെ പേര് വെച്ച് വായിക്കണം. വായിച്ചു. പേര് പറ. സ്നേഹം എന്നുള്ളടുത്ത് നമ്മുടെ പേര്. അടുത്തത് ഒരിക്കലും ആത്മപ്രശംസ ചെയ്യില്ല. ചിലവരൊക്കെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് എന്റെ പാട്ടെങ്ങനെയുണ്ട്, പ്രസംഗം എങ്ങനെയുണ്ട്, എന്നിട്ട് പറയും, ചിലവര് പറയും അടിപൊളി. അങ്ങനെ ഒരു വാക്ക് പോലും പറഞ്ഞു അടിപൊളിഞ്ഞു പോയെന്നാണ്. അത് വൃത്തികെട്ട വാക്കാണ്. നിങ്ങളുടെ വായിൽ നിന്ന് ഒരിക്കലും വരുന്നത് അടിപൊളി. ഒരു ക്രിസ്ത്യാനിയുടെ വായിൽ നിന്ന് അടിപൊളി എന്ന് പറയുന്നത്, അടിപൊളി എന്ന് പറഞ്ഞാൽ മൊത്തം പൊളിഞ്ഞു പോയെന്ന്. നിന്റെ ജീവിതം തന്നെ പൊളിഞ്ഞെന്നില്ല. ശൈല അടിപൊളി അല്ലേ? അപ്പൊ പ്രിയ സഹോദരങ്ങളെ, സ്നേഹത്തിന് എന്തുണ്ട്? സ്നേഹം എന്താണ്? ദൈവയുടേതാണ്. സ്നേഹത്തിന് അസൂയയില്ല. അപ്പൊ അസൂയയില്ലാത്തവര് മാത്രം ഒന്ന് കൈകൊട്ടിക്കുക. അസൂയയില്ലാത്തവര് മാത്രം. അസൂയക്ക് 7 ദോഷങ്ങളുണ്ട്. എത്ര? ഈ കൈവക്കിയവർ ഇനി കൈവക്കും. അസൂയയുടെ 7 ദോഷങ്ങൾ. 1 സാമുവേൽ 18:6. പെട്ടെന്ന് നിർത്താം. 1 സാമുവേൽ 18:6. അതിന്റെ എഡിങ് ഇങ്ങനെ സാവൂളിന്റെ അസൂയ. അവരെടുത്ത് വരട്ടെ, സമയം പോകും. അവർക്ക് സമയമില്ല. അതിന്റെ എഡിങ് എങ്ങനെയാണ്? കിട്ടിയോ സിസ്റ്ററെ? കിട്ടിയോ? ദാവീദ് ഗോലിയാത്തിനെ ദാവീദ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവൻ. ദാവീദ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന് പ്രിയങ്കരൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവൻ, ദൈവത്തിന്റെ മനസ്സിന് ഇണങ്ങിയവനാണ്. അപ്പൊ ദാവീദ് ആരെ കൊന്നു? അപ്പൊ ഗോലിയാത്തിനെ കൊല്ലാൻ എത്ര കല്ലെടുത്തു? കുഞ്ഞെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് അതിനോട്. ദാവീദ് ഗോലിയാത്തിനെ കൊല്ലാൻ എത്ര കല്ലെടുത്തു? 5 കല്ലെടുത്തു. ഈ 5 കല്ല് എന്താ? ഒന്ന് ഇന്ന് സഭയിൽ വിശുദ്ധ കുർബാനയാകുന്ന കല്ല്, ജപമാലയാകുന്ന കല്ല്, സ്തുതിപ്പാകുന്ന കല്ല്, പ്രാർത്ഥനയാകുന്ന കല്ല്, ആരാധനയാകുന്ന കല്ല്. ഒരു കല്ലെടുത്താൽ സാത്താൻ തോൽക്കും.
അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദാവീദ് ഗോലിയാത്തിനെ കൊല്ലാൻ ഒറ്റ കല്ലെടുത്തു. ആ കല്ലെടുത്ത് ഗോലിയാത്തിനെ എറിഞ്ഞപ്പോൾ ഗോലിയാത്ത് എന്ന് പറയുന്ന 10 മുഴം പൊക്കമുള്ള, അല്ലെങ്കിൽ ഏതാണ്ട് 12 അടി പൊക്കമുള്ള വനിത ഉരുണ്ടടിച്ച് കിടക്കുന്നു താഴെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോലിയാത്തിനെ കൊന്നപ്പോൾ സാവൂളാണ് രാജ്യം ഭരിക്കുന്നത്. ഇസ്രായേൽ ജനങ്ങൾ എന്തെടുത്തെന്നാ പറയുന്നത്? ഈ ഇസ്രായേലിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? യൂദൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സ്തുതിക്കുന്നവൻ. എന്താണ്? എപ്പോഴും അവന്റെ സങ്കടം വന്നാലും ദുഃഖം വന്നാലും തകർച്ച വന്നാലും ദുരിതം വന്നാലും സ്തുതിക്കുന്നവന്റെ പേരാണ് യൂദൻ. അതുകൊണ്ടാണ് പുതിയ ഇസ്രായേലാണ് നമ്മൾ കത്തോലിക്ക ക്രിസ്ത്യാനികൾ എന്താ? എപ്പോഴും സ്തുതിക്കുന്നവന്റെ പേരാണ് ക്രിസ്ത്യാനി. അടുത്തിരിക്കുന്ന വ്യക്തികൾ പറയാം, എപ്പോഴും സ്തുതിക്കുന്നവനാണ്. അപ്പോസ്തല പ്രവർത്തനം മൊത്തം സ്തുതിപ്പിന്റെ പുസ്തകങ്ങളാണ്. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക, ഗോലിയാത്തിനെ കൊന്നതിന് ശേഷം ഇസ്രായേലിലെ സ്ത്രീജനങ്ങൾ തപ്പും വാദ്യങ്ങളുമായി ആടിപ്പാടി എതിരേറ്റു. അവർ സന്തോഷം കൊണ്ട് മതിമറന്ന് പാടി. രാജ്യം ഭരിക്കുന്ന രാജാവ് ആയിരങ്ങളെ കൊന്നു. ദാവീദ് 10,000-ങ്ങളെ. രാജ്യം ഭരിക്കുന്ന രാജാവ് 1000-ത്തെ കൊന്നപ്പോൾ പ്രജ എത്രയെ കൊന്നു? അടുത്ത വായന പറയുന്നു, ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല. അസൂയയുടെ ഒന്നാമത്തെ ദോഷം. ആരോടെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ നിങ്ങൾക്ക്? ആരോടെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ? ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. ചിലവർക്കൊക്കെ പലരോടും ഇഷ്ടക്കുറവുണ്ടോ? അത് കുമ്പസാരക്കൂട്ടി പറയണം. അതാണ് ഒന്നാമത്തെ പാവം, ഇഷ്ടക്കുറവ്. അസൂയ തുടങ്ങുന്നത് മരുമകളോട് ഇഷ്ടമില്ല. കറ്റാണത്തോര അമ്മച്ചി ഇതിപ്പോ കേട്ടോണ്ടിരിക്കുവായിരിക്കും. അമ്മച്ചി നമ്മൾ പിടിച്ചോണ്ടിരിക്കുന്ന ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ കറ്റാണത്തെ അമ്മച്ചി ആൻസി എന്ന് പറയുന്ന മരുമകൾ, ഹയർ സെക്കൻഡറി പഠിപ്പിക്കുന്ന മരുമകളുമായി പേര് ഞാൻ തിരിച്ചങ്ങ് പറയുന്നതേ ഉള്ളൂ, അവർ കേൾക്കാതിരിക്കാൻ. ആൻസി അല്ല, വേറെ പേര്. ആൻസി എന്ന് പറയുന്ന ഹയർ സെക്കൻഡറിയിലാണ് പഠിപ്പിക്കുന്ന. അവളുമായിട്ട് മിണ്ടിയിട്ട് 18 വർഷമാണ്. ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും പറഞ്ഞു, ബ്രദർ അവിടെ കാര്യം മാത്രം പറയുന്നു. നോയമ്പ് ഉപവാസം ഒക്കെ ആവശ്യം പോലെ 40 നോമ്പുക നോറ്റുക നീ തീറ്റികരിയില്ലാത്തവനെ ഈശായിസതനോടൊപ്പം നീ. അതിന്റെ അർത്ഥം എന്നാ? ദാവീദിന്റെ മകനായ ദാവീദിനോടൊപ്പം ഇസയുടെ പുത്രനായ ദാവീദിനെ പോലെ ഒരു കണ്ണുനീര് കൊണ്ട് കിടക്ക നനഞ്ഞു. ദാവീദ് പാപത്തെ ഓർത്ത് കരഞ്ഞപ്പോൾ ഒരു കിടക്ക നനഞ്ഞു. അതുകൊണ്ട് ജെസ്സയുടെ പുത്രനായ ദാവീദിനെ പോലെ, ഈശായുടെ പുത്രനായ ദാവീദിനെ പോലെ നിന്റെ പാപങ്ങൾ ഓർത്ത് ചങ്കുപൊട്ടി കരയേണ്ട നിമിഷത്തിന്റെ പേരാണ് നോമ്പ്. കരയുന്നുണ്ടോ? എനിക്ക് ആരോടെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ അസിയുടെ ഒന്നാമത്തെ ദോഷം ഇഷ്ടക്കുറവ്. 2, പെട്ടെന്ന് കോപമുണ്ടാവും. പിള്ളേരെയൊക്കെ കൈവച്ച് അടിച്ചു. അപ്പൊ കോപമില്ലെന്ന് പറഞ്ഞത് കണ്ടോ? അപ്പൊ കോപാകുലനായി. അടുത്തത് അവൻ പറഞ്ഞു, ദാവീദിന് 10,000-ങ്ങൾ കൊടുത്തു. 1000-ങ്ങൾ. ഇനി രാജ്യത്വമല്ലാതെ എന്താണ് അവന് കിട്ടാനുള്ളത്? അന്ന് മുതൽ സാവൂൾ ദാവീദിനെ സംശയം. ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യ സംശയം. വേളാങ്കണ്ണി ട്രിപ്പിന് വന്നതാ. അപ്പച്ചന് 75 വയസ്സുണ്ട്, അമ്മച്ചിക്ക് 65 വയസ്സുണ്ട്. അമ്മച്ചിക്ക് ഇപ്പോഴും അപ്പച്ചനെ സംശയം. ഞാൻ അവരെ രണ്ടുപേരും വിളിച്ചിട്ട് ചോദിച്ചു, ബ്രദറെ ഞങ്ങൾ വിവാഹം എന്റെ 20-ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിച്ചു. ഇപ്പൊ 20-ാമത്തെ വയസ്സ് കഴിയപ്പോഴേ 45 വയസ്സ്, 45 വർഷം, 5 വർഷം കഴിയുമ്പോൾ വിവാഹ വാർഷികം, 50-ാം വാർഷികം. അപ്പോൾ അപ്പച്ചനോട് വലിയ എന്താണ് അപ്പച്ചനോട് സംശയം? എന്റെ ബ്രദർ, ഇയാളാണെങ്കിൽ, ഈ മനുഷ്യനാണെങ്കിൽ ആ മതിലിന്റെ അപ്പുറത്ത് ഇങ്ങനെ എത്തി പോകും. ഞാൻ അന്ന് വെച്ചാൽ അവരുടെ ചെറുപ്പക്കാരൻ ഇപ്പോൾ പുതിയ വാടക വീട്ടുകാരെ കണ്ട് വന്നവരാണ്. ഇയാളുടെ ഒരു സ്വഭാവം ഇപ്പോഴും എത്തിയെത്തിയിരിക്കും. ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചൻ ഇത് ശരിയാണ്? എന്റെ ബ്രദറെ, ഇത് അവളോട് പറഞ്ഞാൽ നോക്കിയിട്ടൊന്നും. ഇപ്പൊ ബ്രദറെ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം, ഞങ്ങൾക്ക് മക്കളില്ല.
ആ പെൺകൊച്ചിന്റെ കയ്യിൽ നല്ല തുടുത്ത ഒരു ആൺകൊച്ചിന് ഇരിപ്പുണ്ട് 2 വയസ്സ്. ഈ കുഞ്ഞിനെ കാണാൻ ആഗ്രഹം നിർത്തമാണ് ഇങ്ങനെ മതിലെ എത്തി അമ്മച്ചിയോട് നോക്കാം ഈ ആരെ സംശയിക്കുന്നു സ്ത്രീയാണ്. അപ്പൊ ഇതാണ് സംശയം. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം സംശയരോഗമുണ്ടോ കുടുംബജീവിതം തകർന്നു? എന്നെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഒരു സിസ്റ്റർ കാണുന്നുണ്ടോ കണ്ടോ ആ മദർ എന്നെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാർത്താണ്ഡത്ത് പെട്രോൾ ഓർക്കുന്നില്ലേ? മാർത്താണ്ഡത്ത് തക്കല FCC സിസ്റ്റേഴ്സിനെ ധ്യാനിക്കാൻ ചെന്നപ്പോൾ സിസ്റ്ററിന് എത്ര വയസ്സായിപ്പോൾ ഉള്ള പ്രധാനം പറഞ്ഞു ഉറക്കില്ല 49 വയസ്സ്. അവർക്ക് എത്ര 35 വയസ്സ്. അപ്പൊ അവര് പറഞ്ഞു വേറെ ഞാൻ മടത്തിൽ നിന്ന് പോകും, നിങ്ങളുടെ കൂടെ ഒക്കെ ഇങ്ങനെ പ്രേക്ഷിതായിട്ട് നടന്നു. ഭയങ്കര കട്ടിയാ. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ എനിക്കൊന്ന് കാണണം. അപ്പൊ 10 മണിക്കാണ് ധ്യാനം തുടങ്ങും. ഞാൻ പറഞ്ഞു 8:30 ഞാൻ കാപ്പി കുടിച്ച് അവിടെ റൂമിലോട്ട് ആത്മാക്കുന്നു. 8:30 വന്നപ്പോൾ സിസ്റ്ററിന് പറയാൻ വന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഹെബ്രായ ലേഖനം 12:2 വായിച്ചിട്ട് സിസ്റ്ററിന്റെ ആവലാൻ ഞാൻ കേൾക്കാവുന്നതാണ്. ഹെബ്രായ 12:2 എന്താ ഹെബ്രായ 12:2 പറയുന്നത്? നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിനുമായ യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓടാൻ. മദറിനെ കണ്ടുകൊണ്ടോ മദർ സുപ്പീരിയറിനെ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ മെത്രാനെ കണ്ടുകൊണ്ടോ ഒന്നുമല്ല ഓടേണ്ടത്. യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടണം. ആമേൻ. യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടിയാൽ എന്ത് സംഭവിക്കും? അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചു, യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടിയാൽ എന്ത് സംഭവിക്കും? യെശയ്യാ 40:29-30-31 വചനം. തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഹല്ലേലൂയ വരുന്നില്ലേ? മഴ വന്ന് മന്ദീഭവിച്ചു പോയ ഹൃദയം. പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടിയ കഴുകനെ പോലെ ചിറകടിച്ച്. മോന്റെ പേരെന്നാടാ? ഹേബൽ. നല്ല പേരാണ്. ഹേബലെ ഇപ്പൊ കേട്ടോ, കഴുകനെ കണ്ടിട്ടുണ്ടോ? പടം കണ്ടിട്ടുണ്ടോ? നീ കഴുകനെ കണ്ടിട്ടുണ്ടോ? പരുന്തിനെ കണ്ടിട്ടുണ്ടോ? കഴുകന്റെ പരുന്തിന്റെ മുന്തിയ തന്നെ ഇനമാണ് കഴുകൻ. കേട്ടോ, കഴുകന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കഴുകന്റെ പ്രത്യേകത ഒരു കഥ പറയാം. പക്ഷികളെല്ലാം ഇന്ന് മഴയല്ലായിരുന്നു, മഴ സമയത്ത് ഒന്നുകൂടി എല്ലാ പക്ഷികളുടെയും ചിറകിനെ അല്ലെങ്കിൽ അവർക്ക് അനഞ്ഞു കുളിക്കുകയും കഴുകനാണ് അവസാനം. കഴുകൻ വന്നപ്പോൾ കഴുകന്റെ ദേഹത്ത് ഒരു തുള്ളി മഴയും. അപ്പൊ കുരി ചോദിച്ചു, എന്താ കഴുക, നിന്റെ ദേഹത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലല്ലോ. അപ്പൊ കഴുകൻ പറഞ്ഞു, നിങ്ങൾ മേഘത്തിന്റെ കീഴെ പറക്കുമ്പോൾ ഞാൻ മേഘത്തിന്റെ മുകളിൽ. അതാണ് ക്രൈസ്തവൻ. മുകളില ഈ ലോകത്തെ പോലല്ല മുകളില പറക്കുന്നത്. കഴുകന്റെ രണ്ടാമത്തെ പ്രത്യേകത, കഴുകൻ കൂട് കൂട്ടുന്നത് ഏറ്റവും ഉയർന്ന സ്ഥലത്താണ്. ഒരു മനുഷ്യന് കയറി ചെല്ലാൻ ഒക്കാത്ത പോലുള്ള സ്ഥലത്താണ് അവൻ കൂട് കൂട്ടുന്നത്. ആ കൂട് അളക്കാൻ ആർക്കും സാധിക്കില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ താർക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. ഇനി കഴുകന്റെ മൂന്നാമത്തെ പ്രത്യേകത, കഴുകന്റെ കണ്ണുകളുണ്ടല്ലോ, കിലോമീറ്ററുകൾക്കപ്പുറത്ത് അവന് കാഴ്ചശക്തി. ക്രിസ്ത്യാനിയുടെ കാഴ്ചപ്പാട് വലുതാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, നമ്മുടെ കാഴ്ചപ്പാട് വലുതാണ്. മനസ്സിലായോ?
ഹല്ലേലൂയ. കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ അലസരാക്കി മൊബൈൽ തോണ്ടാനൊന്നും വിടത്തില്ല. കഴുകൻ കുഞ്ഞുങ്ങളെ അലസരാക്കി. കുഞ്ഞുങ്ങളുടെ ചിറകങ്ങോട്ട് മുളയ്ക്കുമ്പോൾ തന്നെ കഴുകൻ കൂടെ വലിച്ചു പൊട്ടിക്കും. എന്നിട്ട് താഴെയിറക്കും. കഴുകൻ പറക്കാൻ പഠിപ്പിക്കും. തുടർച്ചയായുള്ള പരിശീലനം കൊണ്ട് പറക്കാൻ പഠിപ്പിക്കും. ഹല്ലേലൂയ. കഴുകൻ അവന്റെ തൂവലുകളൊക്കെ പഴയതാവുമ്പോൾ ഈ തൂവലുകളെല്ലാം കൊത്തിപ്പറിച്ച് കളഞ്ഞ് അവന്റെ ചുണ്ടുകളൊക്കെ പാറയിൽ ഒരച്ച് വേദന സഹിച്ച് അവൻ വീണ്ടും പുതിയ ചിറക് വെച്ച് പറന്നു. കഴുകനെ പോലെ ചിറകടിച്ചു. കഴുകനെ പോലെ ചിറകടിച്ചു. ഹല്ലേലൂയ. പിടികിട്ടിയോ? ഹല്ലേലൂയ. നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം മാറും. ക്രൈസ്തവന്റെ കാഴ്ചപ്പാട് മാറുന്ന നോമ്പ് കാലത്ത്. എങ്ങനെയുള്ള കാഴ്ചപ്പാട്? നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെ മാറേണ്ടതുണ്ട്? പ്രിയ സഹോദരങ്ങളെ, ഇങ്ങോട്ട് നോക്കി. നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെ മാറുന്നത്? ഈ നോമ്പ് കാലത്ത് ധ്യാനിക്കേണ്ടതുണ്ട്. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 10:33. ഈ സഭ എന്ന് പറയുന്നത്, കത്തോലിക്ക സഭ എന്ന് പറഞ്ഞ ഒരു സത്രം. എന്താണ് ഈ സത്രം? സൂക്ഷിപ്പുകാരാണ് ഞാനും അച്ചായനും. അച്ചായന്റെ പേരെന്നെ ഫിലിപ്പ്. അച്ചായന്റെ പേര് തോമസ്. കഴിഞ്ഞ പ്രാവശ്യം ദുബൈയാക്കിയിട്ട് വന്നത്. അന്ന് ആ വീഡിയോ കണ്ടവര് പറഞ്ഞു അവിടെ ഒരു അച്ഛൻ ഇരിപ്പുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ പ്രാവശ്യം എന്റെ പേര് തോമസ്. അപ്പൊ തോമസ് തങ്കച്ചനെ കണ്ടു. അപ്പൊ തങ്കച്ചന്റെ കൈക്ക് പിടിച്ചിട്ട്, അപ്പൊ തോമസ് ചേട്ടൻ ഒരു സത്രം സൂക്ഷിക്കുക. തങ്കച്ചന്റെ ഫിലിപ്പിന്റെ കൈക്ക് പിടിച്ചോളൂ. ഞാൻ പൊന്നു പോലും സഭയിൽ വിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊന്നുപോലെ നോക്കണം. അതിനെന്ത് വേണം? സഭയാകുന്ന സത്രത്തിലെ സൂക്ഷിപ്പുകാരായ നിങ്ങൾ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ശൈലിമാർ ഉണ്ടാകത്തില്ല. അച്ഛന്മാരുടെ മെത്രാന്റെ കുറ്റമല്ല പറയേണ്ടത്. സഭ എന്ന് പറയുന്നത് അത് ദൈവജനമാണ്. സഭ ഞാനും നിങ്ങളും ഉണ്ടെങ്കിലേ അച്ഛനുള്ളൂ, സഭയുള്ളൂ, മെത്രാനുള്ളൂ, മാർപ്പാപ്പയുള്ളൂ. ദൈവജനമാണ് സഭ. ദൈവജനത്തിന് ആരെയും കാണാനുള്ള സമയമില്ല. ഭയങ്കര പ്രാർത്ഥനകളുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ വേദനകൾ കാണാൻ ആർക്കും സമയമില്ല. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുള്ള ദൂരമുണ്ട്. അടുത്തുള്ള വീട്ടിലെ ദൂരം അകലെയാണ്. അപ്പുറത്ത് താമസിക്കുന്നവന്റെ വേദനകൾ അറിയത്തില്ല. ഹല്ലേലൂയ. ബന്ധങ്ങളില്ല. അതുകൊണ്ടാണ് ലൂക്ക 10:33 പറയുകയാണ്, അവനെ കണ്ടു. അടുത്തിരിക്കുന്ന വ്യക്തി ഒന്ന് കണ്ടു. നല്ലോണം ഒന്ന് കണ്ടിട്ട് അടുത്തിരിക്കുന്നവരെയൊക്കെ കണ്ടിട്ട് അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈ പിടിച്ചോണ്ട് പറ, കണ്ണുണ്ടായ പോലെ കാണുമെന്ന് പറഞ്ഞു. ഇത് വേണം. കണ്ണുണ്ടായ പോലെ ആദ്യം ഈ നോമ്പുകാലം കാണാൻ പോയി. അവരെന്റെ വേദന എന്റെ വേദനയാണെന്ന് പറയുന്നതിന്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. അവനെ കണ്ടു. കാണുക എന്ന് പറഞ്ഞാൽ ഈ അപ്പനെ ഒന്ന് കാണുകയല്ല. അപ്പന്റെ വേദനകൾ മനസ്സിലാക്കുന്നില്ല. അവനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സലിഞ്ഞത്. എന്തായി? മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സുള്ളവൻ. ഇന്ന് മനുഷ്യനിൽ മനസ്സില്ല. അതുകൊണ്ടാണ് വൃദ്ധഭവനങ്ങളൊക്കെ കൂടിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് മനസ്സില്ല പ്രിയരെ. മനസ്സുള്ള മനുഷ്യനില്ല. ഭവനം എന്ന വാക്കിന്റെ അർത്ഥം ഹൈന്ദവ വാക്കിൽ നിന്നാണ്, ഹൈന്ദവ ആചാരത്തിൽ നിന്നാണ് ഭവനം ഉണ്ടായത്. എന്തുണ്ടായത്? ഭഗവാൻ വസിക്കുന്ന ഇടം. ഭഗവാൻ വസിക്കുന്ന ഇടമാണ് ഭവനം. ഇപ്പോൾ ഭഗവാൻ വസിക്കുന്ന ഇടത്തിൽ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ഭവനം വനമായിക്കൊണ്ടിരിക്കുക. വനത്തിന്റെ പ്രത്യേകത എന്താ? ഒന്നൊന്നിനെ കൊല്ലുക. ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, മക്കൾ അപ്പനെ കൊല്ലുന്നു. ഇതൊക്കെ ഒരു ഷോ അല്ലേ? കൊലപാതകമൊക്കെ ഒരമ്മച്ച് പറയാ, ഇന്ന് ഒത്തിരി കൊലപാതകം. കഴിഞ്ഞ ദിവസം എത്ര കൊലപാതകം വായിക്കാനുണ്ടായിരുന്നു. അതിന് രസമായി പോയി. കൊലപാതകം ഇങ്ങനെ വായിച്ചോണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അസൂയ ഇല്ലെങ്കിൽ, അസൂയകളുടെ ഒരു ദോഷങ്ങൾ പറഞ്ഞു വന്നപ്പോ പറഞ്ഞു, അസൂയ
എന്നിലില്ലെങ്കിൽ എന്നിലുണ്ടാകുന്ന ആദ്യത്തെ മനോഭാവം സ്നേഹമാണ്. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. സ്നേഹം കോപിക്കുന്നില്ല. സ്നേഹിക്കുന്ന വ്യക്തി മറ്റുള്ളവനെ ശ്രേഷ്ഠനായി കരുതും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരെയും ശ്രേഷ്ഠനായി കരുതാത്ത നീ നോയപ്പരീക്ഷിച്ച നിനക്കൊന്നും കിട്ടത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് ക്രിസ്ത്യാനികളുടെ ശ്രേഷ്ഠതയുണ്ടോ? ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു ഹൈന്ദവ വിളിച്ചിട്ട് ചോദിക്കുന്നു, നിങ്ങള് ഈ തിരുമേനിമാരെല്ലാം ഒന്നാണെന്ന് പറഞ്ഞിട്ട് കണ്ടോ ഒരു ലെബനനിൽ ഒരു തിരുമേനിയെ വായിക്കുന്ന ഈ തിരുമേനിക്ക് എന്തിന്റെ കേടാണ്? ഞാൻ പറഞ്ഞു എനിക്കതറിയത്തില്ല. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ളൊരു ജീവിത വിശുദ്ധിയിൽ എങ്ങനെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും? നോമ്പും നമസ്കാരമൊന്നുമല്ല, ജീവിതത്തിൽ വിശുദ്ധി വേണം. വിശുദ്ധി വേണം. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവസന്നിധിയിൽ എത്താൻ സാധിക്കത്തില്ല പ്രിയരെ. വിശുദ്ധി കൂടാതെ ഒക്കില്ല. അത് പറയേണ്ടത് പറഞ്ഞിരിക്കണം. പറയേണ്ടത് അതാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ വാളുകൊണ്ട് വെട്ടിയാൽ മുറിവേൽക്കണം. ആദ്യത്തെ സുവിശേഷം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു സിസ്റ്ററെ? ആദ്യം പറഞ്ഞ സുവിശേഷം പത്രോസ് സുവിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. 3000 പേരൊക്കെ മനസ്സാതൊക്കെ പിന്നീട് അപ്പോസ്തല പ്രവർത്തനം 2:37 ഇത് കേട്ടപ്പോൾ അവരുടെ ഹൃദയം നുറുങ്ങി. ദൈവവചനം കേൾക്കുമ്പോൾ അത് ദൈവജനത്തെ നിങ്ങൾ ഇങ്ങനെ പുണ്യമാണ്, നല്ലവരാണ്, പെരുങ്ങരക്കാരെ പോലെ വിശുദ്ധരല്ല എന്നൊക്കെ പറയുന്ന അങ്ങനെ ബൂസ്റ്റാക്കുന്നതല്ല. വചനം കേൾക്കുമ്പോൾ നിന്റെ ഹൃദയം മുറിയണം. ഇത് കേട്ടപ്പോൾ അവരുടെ ഹൃദയം തുടങ്ങി. എന്ത് പറഞ്ഞു? പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് ചോദിക്കുന്നത്. ഞങ്ങളുടെ വിശ്വാസം വലുതാകണമെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് സമരിയാക്കാരൻ പറയുന്നത്. അവനെ കണ്ടു. ആത്മഹത്യ കഴിഞ്ഞതിന് ശേഷം അവിടെ ചെന്നിട്ട് ചോദിക്കുക എന്താണ് സംഭവിച്ചതെന്നല്ല. അതിന് ആത്മഹത്യക്ക് ഒരു ദിവസം മുമ്പ് ആ വീട്ടിൽ ചെന്നിട്ട് ഒരു ആശ്വാസം കൊടുത്തായിരുന്നു. സംഭവിക്കുമോ? അപ്പോൾ ആദ്യം കാണാൻ പഠിക്കണം. അവനെ കണ്ടു. അടുത്ത വേറെ പറയുന്നു, മനസ്സലിഞ്ഞു. അടുപ്പമുണ്ടായി, ബന്ധമുണ്ടായി. കണ്ടോ? മനസ്സലിഞ്ഞപ്പോൾ എന്തുണ്ടായി? ബന്ധമുണ്ടായി. ഇവനുള്ളതെല്ലാം അവന് കൊടുക്കും, എനിക്കുള്ളതെല്ലാം നിനക്കൂടുള്ളതാണെന്ന് പറയുന്നതാണ് സുവിശേഷം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, എനിക്കുള്ളതെല്ലാം താങ്കൾക്കുള്ളതാണ്. ആണോ? എനിക്കുള്ളതെല്ലാം. പ്രിയ സഹോദരങ്ങൾ, ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു വാക്കുണ്ട്. 2 രാജാക്കന്മാരുടെ 3:7 വായിക്കുമ്പോൾ മാർപ്പാപ്പ കരഞ്ഞ് ബൈബിളിൽ കണ്ണുനീര് വീഴൂ. പഴയ നിയമത്തിൽ ഇത് പറയുന്നെങ്കിൽ പുതിയ നിയമത്തിൽ അതിലും കൂടുതൽ ചെയ്യേണ്ടതല്ലേ ഞാൻ? അങ്ങനെ കത്തോലിക്കൻ ചെയ്താൽ ഈ ലോകത്തിൽ ഒരു ജാതിയിലും ആത്മഹത്യ നടക്കത്തില്ല. അതുകൊണ്ടാണ് മാർപ്പാപ്പ ഇത്രയും രോഗം വന്നിട്ടും അദ്ദേഹത്തെ ദൈവം വീണ്ടും ആരോഗ്യം കൊടുത്ത് നിർത്തിയിരിക്കുന്നു. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞു. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാം വചനം പറയുകയാണ്. എന്താ പറയുന്നത്? അവൻ യൂദാ രാജാവായ യഹോശാഫാത്തിന് സന്ദേശം അയച്ചു. അപ്പൊ യൂദാ രാജാവായ യഹോശാഫാത്ത് ദൈവഭക്തൻ ഇസ്രായേൽ രാജാവ് ഒരു സന്ദേശം അയച്ചു. മോവാബ് രാജാവ് എനിക്ക് യുദ്ധത്തിന് വരുന്നു, എന്നെ എതിർക്കുന്നു. അവനെതിരെ യുദ്ധം ചെയ്യാൻ നീ എന്നോടൊപ്പം വരുമോ? അവൻ പറഞ്ഞു ഞാൻ വരാം. ഞാൻ നിന്നെ പോലെ ഞാൻ നീ ഒന്നാണ് പറയാൻ. ഇതാണ് ക്രിസ്ത്യാനി. ഞാൻ നിന്നെ പോലെയും എന്റെ ജനം നിന്റെ ജനം പോലെയും എന്റെ ജനം നിന്റെ ജനം പോലെയും എന്റെ കുതിരകൾ നിന്റെ കുതിരകൾ പോലെയുമാണ്. സൗകര്യ കാറുണ്ട് അപ്പൊ സഹോദരിയുടെ കാർ ഈ സഹോദരിക്കൂടെ അവകാശപ്പെട്ടതാണ്. ഇതിന്റെ പേരാണ് നോമ്പ്. അല്ലാതെ 40 തവണ കുമ്പിടുകയും കുത്തിച്ചാടിയും അറിയുന്നതൊന്നുമല്ല. അതൊക്കെ ഒരു ആചാരം, അനുഷ്ഠാനം അല്ല. നീയും ഞാനും ഒന്നായി തീരുന്നതിന്റെ പേരാണ് നോമ്പ്.
എന്റെ ജനം നിന്റെ ജനം പോലെയും എന്റെ കുതിരകളെ പോലെയും. എനിക്ക് വേർതിരിവില്ല. ഞാനും 30, 32, 31 വർഷം കഴിഞ്ഞു. 28 വർഷങ്ങൾക്ക് മുമ്പ് കരുവാറ്റ കൊല്ലം രൂപതയുടെ സാഗരമാത എന്ന് പറയുന്ന പള്ളിയിൽ ഒരു ഹൈന്ദവനായ സഹോദരനോട് സുവിശേഷം പറഞ്ഞു. അന്ന് അദ്ദേഹം എന്തെടുത്തെന്നറിയാമോ? അന്ന് ഹൈന്ദവ സഹോദരനായ അദ്ദേഹം ആ സുവിശേഷം കേട്ട് അജി എന്ന് പറയുന്നത് ജോസഫായി മാറി. അജി ജോസഫ് മാത്രമല്ല, അജി ജോസഫിന്റെ അപ്പനും അമ്മയും അജി ജോസഫിന്റെ ഭാര്യയും മക്കളും എല്ലാം മാമോദിസ മുങ്ങി കത്തോലിക്കനായി. ചങ്ങനാശ്ശേരി രൂപത കരിപ്പള്ളി 3 തവണ ഒരുമിച്ച് 3 തവണ കൈക്കാരനായതിന്റെ പേരിൽ പെരുന്തോട്ടം പിതാവ് അവാർഡ് കൊടുത്തു. ഇന്നും പിതൃവേദിയുടെ സെക്രട്ടറി. പിതൃവേദിക്കാർ കൊടുത്ത ഷർട്ട് വിട്ടോണ്ടാണ് ഇവിടെ ഞാൻ വന്നപ്പോ ചെറ്റ് ഷർട്ട് കിടക്കണം. അയ്യോ, എന്റെ പിതൃവേദിക്കാർ തന്നെ. പ്രിയ സാധനങ്ങളെ, 30 വർഷങ്ങളിൽ 31 വർഷമാകും 5042 വ്യക്തികളെ യേശുക്രിസ്തുവിലേക്ക് അടുപ്പിച്ച് കത്തോലിക്കനാക്കി മാറ്റി. നിങ്ങൾ എത്ര പേരെ അടുപ്പിച്ചു? എനിക്ക് തലയല്ല എഴുത്, തല തന്നവനവന്. ഞാൻ കാണുന്ന എല്ലാവരുടെ അടുക്കലും പറയും, മുസ്ലിം ആണെങ്കിൽ പറയും, യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. അതിന് എനിക്ക് പേടിയില്ല. കോംപ്രമൈസ് അവിടെ, കോംപ്രമൈസ് ഇല്ല എനിക്ക്. എന്നായാലും മരിക്കണം. കുറച്ചു മുമ്പ് മരിക്കുന്ന ഒരു രക്തസാക്ഷിയാവുകയാണ് നല്ലത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലയല്ല വലുത്, തല തന്നവനാണ് വലുത്. ഹല്ലേലൂയ. ഇന്ന് സഭ ഉറങ്ങിക്കിടക്കുക, മരണഭയം. അതുകൊണ്ട് കോംപ്രമൈസ്. നിങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം. ഇങ്ങനെയാണെങ്കിൽ തോമസ് ശ്ലീഹയ്ക്ക് വരേണ്ട കാര്യമില്ല. പത്രോസ് ശ്ലീഹ പറഞ്ഞു, ആകാശത്തിന് കീഴിൽ ഒരേ ഒരു നാമമേ, ഒറ്റ നാമമേ ഉള്ളൂ. അത് യേശുനാമം മാത്രമാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അവനെ കണ്ടു, മനസ്സറിഞ്ഞു, അടുത്ത് എന്നോ എനിക്കുള്ളതെല്ലാം നിനക്കൂടുള്ളതാണ്. കൂടുതലായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ഇത് 2ാം വരം. അതുകൊണ്ടാണ് വിശുദ്ധ തോമസ് അക്വിനാസ് ഈ 2ാം വരം എന്ന് പറയുന്നത്. 2ാം വരം, ആ വരവിൽ വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നത് ഇടത്ത് വലത്ത് നിൽക്കുന്നത്. വലത്ത് നല്ല സമരിയാക്കാരനെ പോലെ പ്രവർത്തിച്ച വ്യക്തികൾ, അവരെ സ്നേഹമുള്ളവരെ വലതുഭാഗത്ത്. ഇടത്തെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭാര്യ മക്കളും ഇങ്ങനെ തിന്നും കുടിച്ച് മതിൽക്കെട്ടിനകത്ത് പട്ടിയെ വളർത്തി ജീവിക്കുന്നവരെ നിന്നെ ഞാൻ അറിയുന്നില്ലെന്ന് പറഞ്ഞു. ഈ കർത്താവെ എന്നൊക്കെ വിളിച്ചു. പക്ഷെ നിന്നെ ഞാൻ, ഈ ബൈബിളിലെ ഏറ്റവും വേദനാജനകമായ വാക്കാ, നിന്നെ ഞാൻ അറിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്നൊരു തീരുമാനമെടുക്കണം. ഞാൻ സ്നേഹത്തിന്റെ മകനും മകളുമായി. അപ്പോൾ എന്നിലൊരു ഫലം ഉണ്ടാവും. അതിനെന്ത് വേണം? 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ഞാൻ നിൽക്കും. ഹല്ലേലൂയ. ശ്രദ്ധിച്ച ഇനിയുള്ള ഭാഗങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം. ജോബിന്റെ പുസ്തകം 22, 21. അപ്പൊ എന്താണ് ഈ നോയമ്പ് കാലത്ത് വേണ്ടത്? എന്താണ് ഈ നോയമ്പ് കാലത്ത് വേണ്ടത്? ജോബിന്റെ പുസ്തകം 22, 21. ദൈവവുമായി രമ്യതയിൽ സമാധാനത്തിൽ കഴിയുക. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പറ, ദൈവവുമായി രമ്യതയിൽ. സഹോദരി, ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക. അനുരഞ്ജിതരായി തീർന്നിടാം, അവം ഒരു പീഠം ഒരുക്കിയിടാം. അനുരഞ്ജനം. ദൈവവുമായി രമ്യതയിലെത്തുന്ന വ്യക്തിക്ക് സമാധാനം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, സഹോദര, സമാധാനമുണ്ടോ? ദൈവവുമായി രമ്യതയിലെത്തി സമാധാനത്തിൽ കഴിയുക. അപ്പോൾ നിനക്ക് എന്ത് വരും? നന്മ വരും. അപ്പോൾ എന്ത് വരും? അപ്പോൾ നിനക്ക് നന്മ. ഈ ചെങ്ങന്നൂർ ദേശത്ത് നിങ്ങൾക്ക് നന്മ മാത്രമേ. നിങ്ങളുടെ ഇടവകയിൽ അപകട മരണങ്ങൾ ഉണ്ടാകത്തില്ല, ആത്മഹത്യകൾ ഉണ്ടാകത്തില്ല, ദുരന്തങ്ങൾ ഉണ്ടാകാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് നന്മ മാത്രമേ വരൂ. പക്ഷേ ദൈവമായി നീ ദൈവത്തെ പോലെ ആകണം. അച്ചായ ഒരു ഈശോ ആകണം.
ചിരിക്കാനല്ല പറഞ്ഞത്. ബൈബിളിൽ 1 യോഹന്നാൻ 4:17 നിങ്ങൾ മറക്കരുത്. 1 യോഹന്നാൻ 4:17 അവിടെ എന്താ പറയുന്നത്? വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകും. എന്റെ സഹോദര, നമുക്ക് ഒരു വിധി ദിനം എന്തുണ്ട്? അടുത്തിരിക്കുന്ന വ്യക്തിയോട് ഒരു വിധി ദിനം. ഇന്ന് മരിച്ച ഒരു തനത് വിധി കേൾക്കുന്നുണ്ടോ? ഇന്ന് ഞാൻ മരിച്ച എന്തുണ്ട്? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ മരണം. മരണത്തിന് വേണ്ടി ഒരുങ്ങാനാണ് ഓരോ നോമ്പും. മരണത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ. 22-ാം നൂറ്റാണ്ട് നമ്മൾ ആരും കാണത്തില്ല. മോൻ എത്ര വയസ്സുള്ള? 10. നീ 22-ാം നൂറ്റാണ്ട് കയറണമെങ്കിൽ 75, 10, 85 വയസ്സൊക്കെ ആയി പല്ല് പോയി. അതുകൊണ്ടാണ് സങ്കീർത്തകനായ എടുക്കണ്ട മോശ പറയുന്നത്, എന്റെ ആയുസിന്റെ 90 പറയുകയാണ്, എന്റെ ആയുസിന്റെ ദിനങ്ങൾ എന്നെ തന്നെ പഠിപ്പിക്കണമേ, എന്നാൽ ഞാൻ ജ്ഞാനിയായിരുന്നു. മരണത്തെ കുറിച്ചുള്ള ചിന്ത ആദ്യം ഉണ്ടാകും. ഞാൻ മരിക്കും. സാർ ചക്രവർത്തി ഇങ്ങോട്ട് എന്നെ നോക്കിക്കേ. സാർ ചക്രവർത്തി യുദ്ധം ചെയ്ത് വരുമ്പോഴും ഒരു പടയാളിയെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നീ വന്ന് എന്റെ ചെവി ഇങ്ങനെ പറയണം, ചക്രവർത്തി അങ്ങേക്ക് ഒരു മരണം. അപ്പോൾ വിജയിച്ചു വരുമ്പോൾ ഈ പടയാളി എന്ന് ചെവിച്ചെന്ന് പറയും, ചക്രവർത്തി അങ്ങേക്ക് ഒരു മരണമുണ്ട്. ഉണ്ടോ? ഇവിടെ ബസ് യാത്രയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അച്ഛൻ തുടങ്ങി. അപ്പൊ ഞാനും ഒരു ബസ് യാത്ര, ഒരു പ്രൈവറ്റ് ബസ്, ഒരു പ്രൈവറ്റ് ബസ്, 2 പേർക്ക് ഇരിക്കാവുന്ന സീറ്റ്, ഒരമ്മച്ചി ഇരിക്കും. അമ്മച്ചിയുടെ ഇതുപോലെ സെറ്റിന്റെ അരഞ്ഞൊക്കെ വലിയൊരു ബാഗും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ചെറുപ്പക്കാരത്തി എന്ന് പറഞ്ഞാൽ ഈ പ്രായമുള്ള ചെറുപ്പക്കാരൻ സിജി. അപ്പൊ ചെറുപ്പക്കാരി ആ ബാഗിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ സ്ഥലമാണ്. ആ സ്ഥലത്ത് അപ്പുറത്ത് നിന്ന് കുറെ പേരൊക്കെ പറഞ്ഞു, സിജി ആ അമ്മച്ചിയോട് പറ ആ ബാഗ് എടുത്ത. അപ്പൊ സിജി പറഞ്ഞു, ഞാനാണോ അമ്മച്ചിയാണോ മുമ്പേ ഇറങ്ങുന്നതെന്ന് അറിയത്തില്ല. അര മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ അതിന്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടും. അതുകൊണ്ട് പ്രിയ സാരങ്ങളെ, ഞാനാണോ അപ്പച്ചനാണോ മുന്നേ പോകുന്നത്? അത് അതിന്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഇതായിരിക്കും കുടുംബജീവിതം, സഭാജീവിതം. ഞാനാണോ നീയാണോ എന്ന് മുന്നേ പോകുന്ന അറിയത്തില്ല. അതുകൊണ്ട് ഭാര്യ ഭർത്താവെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിന്റെ പേരാണ് നോമ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയാണ്. എന്താ വചനം പറയുന്നത്? വിധി ദിനത്തിൽ അപ്പൊ ഒരു തനത് വിധി. അച്ഛൻ ചെറിയ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടത്. ചെറിയോ അല്ലെങ്കിൽ ഇഷ്ടം ശകലം മദ്യവെച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് ദൈവം വിടപ്പെടും. അച്ഛനെ എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. അച്ഛനെ മാത്രം നോക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, എവിടെ കിടക്കേണ്ടി വരും? ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കണം. ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയാണ്. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ഒരു ക്ലാസ് എടുക്കും. ഇനി അപ്പോൾ തനത് വിധി ശുദ്ധീകരണ സ്ഥലം. ഇനി വെറുപ്പോടുകൂടി മരിക്കുവാണെങ്കിൽ നിത്യനരകം. ഫ്രാൻസിസ് മാർപ്പാപ്പ 5 ലക്ഷം കത്തോലിക്ക വൈദികരോട് വന്ന് കുർബാന ചൊല്ലി ഒരു ഒഫീസ് ചെയ്താലും വെറുപ്പോടുകൂടി മരിക്കുന്നവൻ സ്വർഗത്തിൽ പോകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ നിത്യനരകത്തിൽ നിത്യശിക്ഷയ്ക്ക് അർഹനാകുമെന്നാ പറയുന്നത്. മോശ ഒരു ചെറിയ പാവമേ ചെയ്തു. എന്താ പറഞ്ഞത്? കർത്താവ് പറഞ്ഞു, 2ാമത് അടിക്കാനല്ല പറഞ്ഞത്, കൽപ്പിക്കാൻ പറയോ. മോശ കർത്താവ് പറഞ്ഞതിന് വിരുദ്ധമായിട്ട് അടിച്ചു. മോശയുടെ ശവത്തിന് വേണ്ടി മിഖായേലിന്റെ അടുക്ക വാദിക്കുമ്പോൾ ഈ കാര്യം പറഞ്ഞ വാദിക്കുന്നു. അപ്പോ നമ്മുടെ അവസ്ഥ ഒന്ന് ചിന്തിക്കണം. ഈ പാപത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ എങ്കിലേ 40 നോമ്പുക നോക്കുക, നീ തീറ്റുക, നീനില്ലാത്തവനെ ഈ ശാശ്വതനോടൊപ്പം നീ ഇന്ന് കരഞ്ഞ് കിടക്ക നനഞ്ഞ് നല്ലൊരു കുമ്പസാരം നടത്തണം. മനസ്സിലായോ? പിടി കിട്ടിയോ? അപ്പോൾ ഇവിടെ ഇനി ഒരു പൊതുവിധി. അത് 2ാം വരം. ഈശോ 2ാമത് വരും. 325 പ്രവാചകന്മാര് പറഞ്ഞ പ്രവചനമാണ് ഈശോയുടെ ജനനം, ഈശോയുടെ കുരിശുമരണം, ഈശോയുടെ ഉത്ഥാനം. 675 പ്രവാചകന്മാര് പറഞ്ഞ പ്രവചനമാണ് ഇനി വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, വരാനിരിക്കുന്ന വരിക തന്നെ ചെയ്യും. ഈ വചനം പറയാൻ അറിയാവുന്നവരെന്ന് കൈകൊക്കി. വീണ്ടും സമാനം.
എൻ്റെ ഈശോയെ, ഇത് കൊച്ചൊരു വചനമാണ്. വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും. അത് ഈ വചനം ഏതാന്ന് പറയാം. കൊട്ടേഷൻ പറ. ഹെബ്രായ 10:37-38. ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും. അവൻ താമസിക്കുകയില്ല. പ്രിയരേ, എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. നീ നീതിമാനാണെങ്കിൽ വിശ്വാസം മൂലം ജീവിക്കും. ഈ സ്നേഹം മൂലം, സ്നേഹത്തിന്റെ ഫലങ്ങൾ മൂലം ജീവിക്കും. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകേണ്ടതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞ്, എന്നെ കണ്ടിട്ട് യേശുക്രിസ്തുവിനെ പോലെ തോന്നുന്നില്ലേ എന്ന് ചോദിച്ചു. ആത്തുകുട്ടിച്ച, എന്നെ കണ്ടിട്ട് ക്രിസ്തുവിനെ പോലെ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈശോ മിശിഹായ്ക്ക് ഒരു സ്തുതി തന്നെ. ഇങ്ങനെ പറ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതിന് പരസ്പരം സ്തുതി കൊടുത്തേ. അതിന്റെ അർത്ഥം, നിന്നെ കണ്ടാൽ യേശുവിനെ പോലെ ഇരിക്കുന്നു എന്നതിന്റെ അർത്ഥമാണ് ഈശോ മിശിഹായ്ക്ക് നീയും യേശു ഒന്നാണെന്നതിന്റെ അർത്ഥം. അല്ലാതെ ഇത് സഭ പഠിപ്പിച്ചത് ഞാനും യേശു, അച്ഛൻ വരുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അച്ഛനും ഈശോയും. നിങ്ങള് അച്ഛന് കുർബാനയ്ക്ക് ചെല്ലും. ഞങ്ങൾ ഈ കുർബാനയ്ക്ക് പെരുവിടത്തില് കയറും. ഞങ്ങൾ ശിശു. അപ്പൊ ഈ അച്ഛന്മാര് ഈ കുർബാനക്കുപ്പായം കൊണ്ടാണ് ആ വസ്ത്രത്തെ ഒന്ന് തൊടും. അന്ന് തൊട്ടിട്ടാണ് ഞങ്ങള് ശുശ്രൂഷയ്ക്ക് കയറുന്നത്. അന്നത്തെ ശുശ്രൂഷ എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര അഭിഷേകമാണ്. ആ വസ്ത്രം യേശു ക്രിസ്തു, ആ വസ്ത്രാഞ്ചലമുണ്ടല്ലോ, ക്രിസ്തുവിന്റെ വസ്ത്രാഞ്ചലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിച്ചേ, അപ്പോൾ വിധി ദിനത്തിൽ അപ്പോൾ നമ്മൾ സ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ തന്നെ ഞാൻ ആരെ പോലെ ആയി. അപ്പൊ പെട്ടെന്ന് നമ്മുടെ സമയം പോകുന്നു. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പോൾ വചനം പറയാണ് ശ്രദ്ധിച്ചേ, എന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. അവനെ പോലെ ആയ അടുത്ത വചനം പറയുന്നു, സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. സ്നേഹിക്കുന്ന വ്യക്തിക്ക് ആരെയും ഭയമില്ല. സ്നേഹമുള്ള വ്യക്തി ഇതാ ഒരു നമ്മുടെ മുണ്ടക്കയം കഴിഞ്ഞ് ഒരു മലയുടെ മുകളിൽ ഇതാ പാലാ സഹോദര അറിയാമോ, ഒരിക്കൽ പിതാവ് രാവിലെ മുഖം കഴിയാനായിട്ട് അരിയെടുക്കാൻ പോകുമ്പോൾ പുലി വരും. അപ്പൊ പുലിയോട് പറയും, അവനെ കുട്ടാ എന്ന് പറയും. പുലി ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. ചിലപ്പോ പാമ്പിനെ കാണും, പാമ്പിനെ നോക്കിയിട്ടുണ്ട്. കാരണം ഇവർക്കറിയാം ആരാ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. ഇവിടെ എവിടെ പറയുന്നു? ജോബിന്റെ പുസ്തകം 12:7-10 വരെയുള്ള വചനം നിങ്ങൾ മറക്കരുത്. ജോബിന്റെ പുസ്തകം 12:7. നിങ്ങൾക്ക് ദൈവത്തെ അറിയത്തില്ലെങ്കിലും ഇവിടെ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ആർക്കൊക്കെ അറിയാം ദൈവത്തെ. വന്യമൃഗങ്ങളോട് ചോദിക്കുകയും കരടിയോടും സിംഹത്തിനോടും കടുവായോടും ചോദിക്കുകയും അവ നിങ്ങളെ പഠിപ്പിക്കും. കൊമ്പനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. നായ്ക്കമ്പറമ്പിൽ അച്ഛൻ്റെ ഒരു സാക്ഷ്യമുണ്ട്. റോസക്കുട്ടി എന്ന് പറഞ്ഞ ഒരു പെൺകൊച്ച്, ആദിവാസി പെൺകൊച്ച്, 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒറ്റയാൻ കാടിന്റെ അടുക്ക ഇതാ വന്ന് നിൽക്കുന്നു. ഒറ്റ ചവിട്ടിന് കൊല്ലുമെന്നപ്പോൾ അന്ന് ഇവരുടെ മനസ്സിൽ വന്നൊരു പേട ഒറ്റയാന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് യേശുവേ എന്നൊരു വിളി വിളിച്ചു. ഒറ്റയാൻ തിരിഞ്ഞു നോക്കുന്നു. അവനറിയാം യേശുനാമം, അവനറിയാം യേശുനാമം. വന്യമൃഗങ്ങളോട് ചോദിക്കും, അവ നിങ്ങളെ പഠിപ്പിക്കും. ആകാശപ്പറവകളോട് വിളിക്കുക, അവ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഭൂമിയിലെ സസ്യങ്ങളോട് ചോദിക്കുകയും റബ്ബർ മരത്തോടും തെങ്ങിനോടും ചോദ്യം അവ നിങ്ങളെ ഉപദേശിക്കും. ആഴിയിലെ മത്സ്യങ്ങളും നിങ്ങളോട് പറയുക, അവ നിങ്ങളോട് പ്രഖ്യാപിക്കും. കർത്താവിന്റെ കരങ്ങൾ. അതുകൊണ്ടാണ് പത്രോസ് ചോദിച്ചു, നികുതി കൊടുക്കാൻ നാണയം എവിടുന്ന? അപ്പൊ പറഞ്ഞു, മോനെ നീ ശിമയോനെ നീ പോയി ചൂണ്ടയിട്, ആദ്യം കൊത്തുന്ന. അപ്പൊ ഇത് പറഞ്ഞത് സൃഷ്ടാവാണെന്ന് വീട്ടിലറിയാം. ഇതാ നാണയം കിടക്കുന്ന മത്സ്യം ചെന്ന് ആദ്യം കൊത്തി. മനസ്സിലായോ? ദൈവത്തെ ഇവർക്കെല്ലാം
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഒരു വചന പ്രഭാഷകനാണെങ്കിൽ ഒരു ദൈവത്തിന്റെ മകൻ പറയുന്നത് പോലെ പ്രകൃതി അവിടെ നിൽക്കും. ഏലിയ നമ്മെപ്പോലൊരു മനുഷ്യനായിരുന്നു. ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ 3.5 വർഷം മഴ പെയ്തു. ഞാൻ പറയാതെ മഴ പെയ്യരുതെന്ന് പറഞ്ഞ പെയ്യത്തില്ല. ഇതിനുള്ള അധികാരം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മഴമേഘങ്ങളെ ബന്ധിക്കാനുള്ള അധികാരം താങ്കൾക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾ പലയിടത്തും ബന്ധിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വെളിപാട് 11:6 വചനത്തിൽ എന്താ പെട്ടെന്ന് വായിച്ചത്? പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ ആകാശം അടയ്ക്കുവാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്. ആകാശത്തെ അടയ്ക്കാനുള്ള അധികാരം ഒരു വചന പ്രഘോഷകനുണ്ട്. ഞാൻ പറയാതെ വീട്ടിൽ വെട്ടത്തില്ലെന്ന് പറഞ്ഞാൽ വീട്ടിൽ വെട്ടത്തില്ല. ക്രൈസ്തവ, നീ ആരാണെന്ന് നീ മനസ്സിലാക്കുക. നിന്റെ വില മനസ്സിലാക്കാതെ നീ ജീവിക്കും. എന്നിട്ട് നോമ്പ് നമസ്കാരം, എന്തോ നമസ്കാരം, എന്തോ ജീവിതം, പാഴ്കെട്ട ജീവിതങ്ങളായി തീർന്നുകൊണ്ടിരിക്കുക ക്രിസ്ത്യാനി. ഹല്ലേലൂയ ഹല്ലേലൂയ, കരമുയർത്തി ഹല്ലേലൂയ. അപ്പൊ പെട്ടെന്ന് പറയുക, ജോബിന്റെ പുസ്തകം നമ്മൾ പറയാണ്, ദൈവമായ രമ്യതയിലെത്തി സമാധാനത്തിൽ കഴിയുക, അപ്പോൾ നിനക്ക് നന്മ വരും. പെട്ടെന്ന് വായിച്ചു. ജോബ് 11:22-21 തൊട്ടുള്ള വചനം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിനക്ക് നന്മ വരും. അവിടുത്തെ അധരങ്ങളിൽ നിന്ന് പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം നിങ്ങൾ സ്വീകരിക്കും. അതാണ് മലങ്കര കത്തോലിക്ക സഭയിൽ നോമ്പ് തുടങ്ങുമ്പോൾ 6 ശൂന്യമായ കൽപ്പരണികളാണ്. ആ ശൂന്യമായ കൽപ്പരണികളാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം. ഒരു 150 ശൂന്യമായ കൽപ്പരണികൾ, സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെയും വെറുപ്പിന്റെയും കൽപ്പരണികൾ. ഈ കൽപ്പരണികളിലാണ് വചനം വന്ന് നിറയുന്നത്. ഹല്ലേലൂയ. നിന്റെ അവസാനം വരെ മേൽത്തരം വീഞ്ഞ് സ്നേഹത്തിന്റെ വീഞ്ഞ് നിറഞ്ഞു. അതാണ് മാർപ്പാപ്പ ഗ്ലോറി ഓഫ് ദി ഗോസ്പലിൽ പറയുന്നത്. വീഞ്ഞ് തീർന്നു പോയതല്ല, സ്നേഹത്തിന്റെ വീഞ്ഞ് കൊണ്ട് നിറയുന്നതാണ്. ഹല്ലേലൂയ. അതിന് അവൻ പറയുന്നത് ചെയ്യുക. മാതാവ് പറയാണ്, അവൻ പറയുന്നത് അവനെ വേദനിപ്പിക്കുന്നതൊന്നും ചെയ്യാതിരിക്കുക. അതാണ് നോമ്പിന്റെ ആരംഭം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് അവനെ വേദനിപ്പിക്കുന്നതൊന്നും ചെയ്യുന്നത്. കാലാതൊട്ട് കാൽവരി വരെ പരിശുദ്ധ അമ്മ നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ പെട്ടെന്ന് പറയാം. അപ്പൊ എന്താ വചനം പറയുന്നത്? അവിടുത്തെ വചനം നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കാം. അവിടുത്തെ അതരങ്ങളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുകയും അവിടുത്തെ വാക്കുകൾ എവിടെ സൂക്ഷിക്കണം? ഹൃദയമുള്ളവര് മാത്രം ഹൃദയത്തിൽ കൈവച്ചിട്ട് പറഞ്ഞു. അവിടുത്തെ വചനം എന്റെ ഹൃദയത്തിലുണ്ട്. ഹൃദയത്തിൽ സൂക്ഷിക്കുക, ഡിപ്പോസിറ്റ് ചെയ്യണം. ഡിപ്പോസിറ്റ് ചെയ്യണം. വചനം എവിടെ ചെയ്യണം? വചനം ഹൃദയത്തിൽ ഡിപ്പോസിറ്റ് ചെയ്താൽ എന്താ ഗുണം? ഈ ഡിപ്പോസിറ്റിന്റെ പ്രത്യേകതയാണ്. ഡിപ്പോസിറ്റിന്റെ 3 പ്രത്യേകതയാണ്. എത്ര രൂപയുണ്ട് ബാങ്കിൽ ഡിപ്പോസിറ്റ്? ഞാൻ ചോദിക്കത്തില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഡിപ്പോസിറ്റിന്റെ 1ാമത്തെ പ്രത്യേകത വിശ്വാസമുള്ള ബാങ്കിലെ ഡിപ്പോസിറ്റ് ചെയ്യും. ഈ ഡിപ്പോസിറ്റ് 2ാമത്തെ പ്രത്യേകത ഡിപ്പോസിറ്റ് വർദ്ധിക്കും. 3ാമത്തെ പ്രത്യേകത ഡിപ്പോസിറ്റ് തലമുറകൾക്കുള്ള കരുതൽ. ആണോ? എങ്കിൽ വചനം ഡിപ്പോസിറ്റ് ചെയ്ത സകല തലമുറകളും നിന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കൂ. ഫ്രാൻസിസ് സേവ്യർ സതീർത്ഥനായ സഹകാരിയായ ഇഗ്നേഷ്യനായ സമാന്തര സുവിശേഷം പറഞ്ഞു, ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ ആ വചനം ഹൃദയത്തിലേക്ക് ആഞ്ഞടിച്ചു. ഇന്ത്യയിൽ വന്നു. ലോകം മൊത്തം സ്വന്തം കൈകൊണ്ട് 3 ലക്ഷം പേരെ മാമോദീസ മുക്കി. കൊല്ലം, തിരുവനന്തപുരം തീരത്തുള്ള ലത്തീൻ കത്തോലിക്കരെ മൊത്തം, അവരുടെ പൂർവികരെ മൊത്തം മാമോദീസ മുക്കിയത് ഫ്രാൻസിസ് സേവ്യർ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇനി ഒരു ഫ്രാൻസിസ് സേവ്യറിന് വേണ്ടി സഭ കാത്തിരിക്കുക. 5 നൂറ്റാണ്ട് കഴിഞ്ഞു. യൂറോപ്പിലെ ഒരു സഹോദരി 10 വയസ്സുകാരി ഒരു പെൺകൊച്ചു കേട്ടു. ഈ ചെറിയ ഒരു ചെയ്തപ്പോൾ അവൾ അവിടെ നിന്ന് വന്നു. 5 രൂപ കൊണ്ട് വന്നു. 5 ഭൂഖണ്ഡങ്ങൾ നേടി. പേരായതാ. സഹോദര, നീ അങ്ങനെയാണോ?
ഈ നോമ്പ് നിന്റെ കുറെ സുഖത്തിന് വേണ്ടി, നിന്റെ മക്കളുടെ ജോലിക്ക് വേണ്ടിയുമാണെങ്കിൽ ഈ നോമ്പ് നോക്കുന്നുണ്ട് യാതൊരു പ്രയോജനം. ഈ രക്ഷപ്പെട്ടു ഞാൻ എഴുതി തന്നെ. അതുകൊണ്ട് പറയുകയാണ്, അവന്റെ അധരത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഈ വചനം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകാം. ഹൃദയത്തിൽ ഉണ്ടായ എന്താ ഗുണമെന്നാ പറയുന്നത്? സുഭാഷിതം 4:20-21-22 പെട്ടെന്ന് വായിച്ചു പെട്ടെന്ന് നിർത്താം. മകനെ അല്ലേ, വാക്കുകൾ ശ്രദ്ധിക്കുക. മകനെ എന്നല്ലേ തുടങ്ങും. അപ്പൊ മകനെ എന്ന് വിളിക്കുമ്പോ എന്തോന്ന് വിളിയേക്കണം? മകനെ, കഞ്ഞി കിട്ടുമെന്നുള്ള ഈ ആഗ്രഹത്തിൽ മകനെ വിളിക്കും. മകനെ, മകനെ, മകളെ, മകനെ, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. അതാണ് 40 നോമ്പ് നോക്കുന്നതിന്റെ പ്രത്യേകത. എന്താ? 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചപ്പോൾ, അപ്പോൾ അവന് വിശന്നപ്പോൾ പ്രലോഭകന്മാർ പറഞ്ഞു, കല്ലിനെ നമ്മൾ എന്തിനെ അപ്പമാക്കാൻ നടക്കുക? പെട്ടെന്ന് അനുഗ്രഹം കിട്ടുന്നിടത്തോട് ഓടുക, കല്ല് അപ്പമാകാൻ വേണ്ടി ഓടുക. ഇതിനെ വിളിക്കുന്നതാണ് പ്രോസ്പിരിറ്റി ഗോസ്പൽ. ആത്മാവിന്റെ രക്ഷയൊന്നുമല്ല, കല്ലപ്പമാക്കാൻ നടക്കുക. അതിന് പച്ചം എഴുതിയിരിക്കുന്നു, ചുമന്ന് എഴുതിയിരിക്കുന്നു, വെളുത്തതും അങ്ങനെ കത്തിച്ച് മാതാവിനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞു. ആത്മാവിന്റെ രക്ഷ മാത്രമേ ഉള്ളൂ ദൈവത്തിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വചനം പറയുകയാണ്. എന്താ വചനം പറയുന്നത്? ശ്രദ്ധിക്കുക, എന്റെ മൊഴികൾക്ക് ചെവി തരിക. വചനത്തിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകരുത്. ഇടത്തിൽ വലത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, വചനം നിന്റെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകരുത്. മാഞ്ഞു പോകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ സൂക്ഷിക്കണം. കേട്ടോ, അവിടെ സൂക്ഷിക്കണം. ഹൃദയമുള്ളവർ മാത്രം ഹൃദയത്തെ കൈവച്ച്, ഹൃദയമുള്ളവർ രാത്രിയിലൊക്കെ അച്ഛാ കത്ത് കുടിച്ചാൽ ഹൃദയമില്ലേ? ഹൃദയം കൊരകം പറഞ്ഞ പോലെ, മുതലയോട് പറഞ്ഞ പോലെ മരത്തി വെച്ചിട്ട. അപ്പൊ ഹൃദയത്തെ സൂക്ഷിക്കുക. അയച്ചേ, അങ്ങനെ സൂക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? സൂക്ഷിക്കുക. എന്തെന്നാൽ വചനം ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവന്റെ ശരീരത്തിന് ഔഷധവുമാണ്. വചനം ഉൾക്കൊള്ളുന്നവന് അവന്റെ ശരീരത്തിന് ഔഷധവുമാണ്. ജീവനും വചനം എന്ന് പറഞ്ഞ ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്നവനെ, അതാണ് ഞാനാണ് വഴിയും സത്യവും ജീവൻ. വേണോ? വചനം വേണം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം. അതുകൊണ്ടാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് വരുന്ന വചനം പഠിച്ച്, ഈ ബൈബിള് പഠിച്ച് ഈ വചനമായി തീരാൻ വേണ്ടിയാണ് നോമ്പുകാൽ. വചനമായി തീരാനാണ് നോമ്പുകാൽ. അല്ലാതെ മീൻ കൂട്ടാതെ ഇറച്ചി കൂട്ടാതെ ഇരിക്കുന്നതൊക്കെ ഒരു ഭാഗം മാത്രം. വചനം പഠിച്ച് മറ്റൊരു ക്രിസ്തുവായി രൂപപ്പെടുക. എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പൊ നമ്മള് വന്യമൃഗങ്ങളോട് ചോദിക്കാന്ന് ചോദിച്ചതിന്റെ 10-ാം വചനം നിങ്ങൾ വീട്ടിൽ എഴുതിയിട്ടുണ്ട്. ജോബിന്റെ 12:10 ഒന്ന് എഴുതിയിട്ടുണ്ട്. കേട്ടോ, ഇവിടുത്തെ കുടുംബനാഥൻ കാണട്ടെ. കുടുംബനാഥ ഇവിടെ വന്നേ. പെട്ടെന്ന് കുടുംബനാഥ ജോബ് 12:10 ഒന്ന് എഴുതിയിട്ടുണ്ട്. എന്താ വായിച്ചത്? മാനവരാശിയുടെ ജീവശാസ്ത്രം, ജീവജാലങ്ങളുടെ പ്രാണനും സകല ജീവജാലങ്ങളുടെ പ്രാണനും ഈശോയുടെ കരങ്ങളിലാണ്. കേട്ടോ, യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലാണ്. ശ്വാസം പിടിച്ച് കുടുംബനാഥൻ ഉൾപ്പെടെ ഒന്ന് ശ്വാസം പിടിച്ച്. മാനവരാശിയുടെ ജീവശാസ്ത്രം, സകല ജീവജാലങ്ങളുടെയും പ്രാണനും ഈശോയുടെ കരങ്ങളിലാണ്. ജോബ് 12:10. അച്ഛനോട് വിളിച്ച് ചോദിക്കും, എഴുതിയിട്ടുണ്ടോ? ഞാൻ ഇവിടെ എനിക്ക് വഴി അറിയാതെ ഈ വചനം മറ്റു പലരും കാണുന്നു. വചനം കണ്ടോ? മാനവരാശിയുടെ ജീവശാസ്ത്രവും സകല ജീവജാലങ്ങളുടെ പ്രാണനും ഈശോയുടെ കരങ്ങളിലാണ്. അതുകൊണ്ട് ജോബിന്റെ പുസ്തകം പെട്ടെന്ന് തീർക്കാതെ, അപ്പോൾ വചനം പറയാണ്, ഈ വചനം നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക.
യോബ് 12, 22, 21 തൊട്ടുള്ള വചനം. ഹൃദയത്തെ സൂക്ഷിക്കുക. പെട്ടെന്ന് ആ ഭാഗം മറക്കരുത്. സൂക്ഷിക്കുക. സർവശക്തന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരിക. എന്ത് വേണം? സർവശക്തന്റെ സന്നിധിയിലേക്ക് തിരിച്ചു. അപ്പൊ നോമ്പുകാലം തിരിച്ചു വരവിന്റെ കാലം. അടുത്തിരിക്കുന്ന കൂടപ്പുറപ്പിനോട് പറയാം, തിരിച്ചു വരവിന്റെ കാലമാണ്. എന്താ തിരിച്ചു വരണമെങ്കിൽ എന്ത് വേണം? പാപത്തെയും പാപമാർഗങ്ങളിൽ ഉപേക്ഷിക്കും. തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ സർവശക്തൻ നിനക്ക് നിന്റെ കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റി കളയുമെങ്കിൽ, പെട്ടെന്ന് വായിച്ചു. കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റി കളയുമെങ്കിൽ സ്വർണത്തെ പൊടിയിലും വീട്ടില് ഒരു 25 പറഞ്ഞ സ്വർണം ഉണ്ടെന്ന് ഇരിക്കട്ടെ, അത് ഒരു പൊടിയുടെ സ്ഥാനമാണ് കൊടുക്കുന്നത്. അപ്പൊ സ്വർണത്തിന്റെ കൊടുക്കേണ്ട സ്ഥാനമാണ് പൊടിയിലും. സമ്പത്തിനെ പൊടി പോലെ കാണാവുന്നു. ചില സൗന്റെ പേരെന്നെ അജിയുടെ പ്രായമുള്ള ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ബ്രദറെ ആ മണ്ണ് ഞാൻ സ്വന്തമാക്കുന്നു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ആ മണ്ണ് നിന്നോട് പറയും ഒരു വില കൊടുക്കാതെ നിന്നെ ഞാൻ സ്വന്തമാക്കുന്നു. അപ്പൊ സ്വർണത്തെ പൊടിയിലും കല്ലുകൾക്കിടയിലും എറിയുമെങ്കിൽ സർവശക്തൻ സ്വർണവും വിലപിടിച്ച വെള്ളിയും ഈ നോമ്പുകാലത്താകുമെങ്കിൽ കാണുന്നില്ല, ഞാൻ കാണുകയില്ല. പാട്ടുപാടിയ പോരാ, എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുകയില്ല. ആ പാട്ടിന്റെ അവസാനം പ്രേമമെന്നിൽ വർദ്ധിക്കുന്നു, പ്രിയനോട് ചേരുവാൻ നാളിലെല്ലാം എന്നെ എണ്ണി ജീവിച്ചിടുന്നേ. അടുത്ത നോമ്പ് കാണുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിൽ നിന്റെ അടുക്കലേക്ക് വരാൻ ഞാൻ വരിക. അപ്പൊ ശ്രദ്ധിക്കുക, ഇതൊക്കെ പാടി സമയം കളയാനില്ല. അപ്പൊ സ്വർണത്തിന്, അപ്പൊ ഈ സ്വർണത്തെ എങ്ങനെയാണ് ജോബ് കണ്ടത്? സ്വർണത്തെ പൊടിയിലും ജോബ് കണ്ടത് എങ്ങനെയാണെന്ന് ജോബ് തന്നെ പറയുന്നു. ഇത് സ്നേഹിതന്മാര് പറയുന്നു. ജോബിന്റെ പുസ്തകം 31:24. സ്വർണമായിരുന്നവന്റെ ആശ്രയമെങ്കിൽ പ്രിയ സഹോദരി, സ്വർണമായിരുന്നവന്റെ ആശ്രയമെങ്കിൽ. ഇങ്ങോട്ട് നോക്കി. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കോട്ടയത്ത് നിന്ന് ഒരു സഹോദരി വിളിച്ചിട്ട് പറയും, ഞാനും എന്റെ ഭർത്താവ് കുവൈറ്റിൽ കടന്ന് 32 വർഷം കൊണ്ട് ഏക മകൾക്ക് വേണ്ടി 450 പവനുണ്ടാക്കി. കെട്ടിച്ചു വിട്ടു. പൊന്നാണ് ചക്കരയാണെന്ന് പറഞ്ഞ് കെട്ടിച്ചു വിട്ടു. അവളെ അമ്മായിയപ്പൻ, അവന്റെ അപ്പൻ കിട്ടിയപ്പോൾ 450 പവനെടുത്ത് ഏതോ ബിസിനസ് നടത്തി പൊട്ടി പാളിച്ചായി. 3 മാസം കഴിഞ്ഞപ്പോൾ വിവാഹമോചനമായി. 450 പവൻ കൊടുത്തെന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുക്കാൻ പോവോ? അതുകൊണ്ട് 100 പവനെ ഉള്ളെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുക. അതേലും കിട്ടാൻ വേണ്ടി ഒന്ന് വളരെ പ്രാർത്ഥിക്കണേ. അപ്പൊ ശ്രദ്ധിക്കുക, സ്വർണത്തെ പൊടിയിലും. ഇവിടെ വചനം പറയാണ്, നിന്റെ ആശ്രയം വീടാണോ, സ്വർണമാണോ, മക്കളാണോ എങ്കിൽ നീ പരാജയപ്പെട്ട ഒരു കുടുംബനാഥ, പരാജയപ്പെട്ട കുടുംബനാഥ. നിന്റെ ആശ്രയം നിന്റെ പഠിത്തമാണെങ്കിൽ നീ പരാജയപ്പെട്ടത്, നിന്റെ ആശ്രയം ദൈവമാണെങ്കിൽ നീ വിജയിക്കും. ഉദ്യോഗസ്ഥ കൂട്ടായ്മയിലൊക്കെ ചെല്ലുമ്പോ കരച്ചിരി കാണണം. ദൈവത്തെ ആശ്രയിക്കാതെ പഠിച്ചു ജോലി കിട്ടി. ഇപ്പോൾ വാർദ്ധക്യത്തിൽ ഇപ്പോ ആരുമില്ല. ചോദിച്ചു, ചില വൃദ്ധക്കോളത്തിലൊക്കെ ചെല്ലുമ്പോൾ പറഞ്ഞാൽ തീരാത്ത സംഭവങ്ങൾ, കോടികളുണ്ട്. ഇപ്പൊ സിസ്റ്റേഴ്സ്